നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്നാണ്. അല്ലാതെ നമ്മളെ തടി കുറക്കണം, നോമ്പ് വരട്ടെ, എനിക്ക് കുറച്ച് തടി കുറക്കണം, എൻ്റെ ഡയറ്റൊക്കെ ഒന്ന് കൺട്രോളാക്കണം എന്ന് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ നോമ്പിൻ്റെ നീയത്ത് മാറിപ്പോകുന്നത് നമ്മൾ ഭയപ്പെടണം. നോമ്പെന്ന് പറഞ്ഞാൽ അത് തഖ്വക്ക് വേണ്ടിയാണ്. വ്യക്തിവിശുദ്ധി, ജീവിതത്തിൽ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, അള്ളാഹു എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന കൃത്യമായ അസ്മാഉ സിഫത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അള്ളാഹു ഉണ്ട്. ആ അള്ളാഹുവിനെ പറ്റി കൃത്യമായി അറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സ്വന്തമായി ഇഷ്ടങ്ങളില്ല. അള്ളാഹുവും റസൂലും എന്ത് പറയുന്നു അതാണെൻ്റെ ഇഷ്ടം, അതാണെൻ്റെ ഇഷ്ടം എന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ള അതിനുള്ളൊരു ട്രെയിനിങ് ആണ് സത്യത്തിൽ നോമ്പ്. അതിനുള്ള ഒരു എളുപ്പം അള്ളാഹു റമളാനിൽ ഉണ്ടാക്കിയിട്ട് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, അള്ളാഹു ഒരു ഞെരുക്കത്തെ, ഒരു പ്രയാസത്തെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പം തന്നെ ആ തഖ്വ കൈവരിക്കാനുള്ള ഒരു എളുപ്പം റമളാനിൽ അള്ളാഹു പ്രത്യേകമായി സംവിധാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ തഖ്വ നിലനിർത്താനും അത് കൈവരിക്കാനും അത് നിലനിർത്താനുമാണ് നമ്മൾ നോമ്പിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നത്. കാരണം അതാണ് നോമ്പിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്താൻ ആവശ്യമായ ഈ സംവിധാനമാണ് ഈ ദീൻ എന്ന് പറയുന്നത്. ഈ ദീനുകൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചാലും അത് മുഴുവൻ അങ്ങനെ തന്നെയാണ്. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഇസ്ലാമിൻ്റെ ഏതൊരു കാര്യമാകട്ടെ, അതൊക്കെ എന്താണ്? അതൊക്കെ ആ തഖ്വ നിലനിർത്തുന്നതിൻ്റെ ഭാഗമാണ്. ഒരു വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച വരെ, ഒരു ഉംറ അടുത്ത ഉംറ വരെ, ഒരു നോമ്പ് അടുത്ത നോമ്പ് വരെ ഒരു സംരക്ഷണമാണ് എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു നമസ്കാരം നിർവഹിക്കുമ്പോൾ അടുത്തൊരു നമസ്കാരം വരെ അത് വലിയൊരു സംരക്ഷണമാണ്. ഒരു ഒളു ചെയ്യുമ്പോൾ അത് നമുക്ക് നൽകുന്നൊരു സംരക്ഷണമുണ്ട്. അങ്ങനെ ദീനിൻ്റെ ഏതൊരു കാര്യം നമ്മളെടുത്ത് പരിശോധിച്ചാലും അതൊക്കെ ആ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ആ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഏത് പ്രതിസന്ധികൾക്കിടയിലും, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾക്കിടയിലും നമ്മളത് പാലിച്ച് മുന്നോട്ട് പോകുന്നവനാണ് എന്ന് നമ്മൾ തെളിയിക്കുന്ന അവസരമാണ് ജീവിതം മുഴുവൻ. ഇത് പരീക്ഷണമാണെന്ന് പറയുമ്പോൾ അതാണ്, ഏത് ഘട്ടത്തിലും നമ്മളതിന് തയ്യാറാണ് എന്ന് നമ്മൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു സബറാണ് നമ്മൾ നോമ്പിലൂടെ കൈവരിക്കുന്നത്. സബർ എന്ന് പറയുമ്പോൾ എപ്പോഴും ആൾക്കാർ മനസ്സിലാക്കുന്ന എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നാണ്. ഒരു മുസീബത്ത് വരുമ്പം, ഒരു ഇടങ്ങേറും ഒരു അപകടമൊക്കെ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കുന്നതിനാണ് സബർ എന്ന് പറയാം. അല്ല, അത് മാത്രമല്ല സബർ, അത് മൂന്നാമത്തെ ഇനം സബറാണ്. ഒന്നാമത്തെ സബർ എന്ന് പറഞ്ഞാൽ ഫീ ത്വാഅത്തില്ല എന്നാണ്. ഫീ ത്വാഅത്തിൽ, അള്ളാഹുവിനെ അനുസരിക്കാനുള്ള സബറാണ്. ബാങ്ക് വിളിക്കുമ്പം പള്ളിയിൽ പോകാൻ, ജമാഅത്തിന് പോകാൻ, അതിനൊരു തടസ്സം, ദുന്യവിയായ ഒരു തടസ്സങ്ങളും നമ്മുടെ മുമ്പിൽ നമുക്കുണ്ടാകാൻ പാടില്ല. അത് ആ നിസ്കാരത്തെക്കാൾ വലുതല്ല ഒന്നും എന്ന് നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിയണം. താബിയുകളായ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റും. എൻ്റെ മകൻ മരിച്ചപ്പോൾ, എൻ്റെ കുട്ടി മരിച്ചപ്പോൾ കുറേ ആളുകൾ വന്ന് എന്നെ ആശ്വസിപ്പിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അവരെന്നെ സമാധാനിപ്പിച്ചു. പക്ഷേ എൻ്റെ ഒരു അസർ നമസ്കാരം ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എന്നെ ആരും വന്ന് സമാധാനിപ്പിച്ചില്ല എന്നാണ്. കാരണം അവർ ആ അസർ നമസ്കാരം നഷ്ടപ്പെടുക എന്നത് അതിനെ കുട്ടി മരിക്കുന്നതിനേക്കാൾ വലിയ പ്രയാസമായിട്ടാണ്, മുസീബത്തായിട്ടാണ് കണ്ടിരുന്നത് എന്നാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന് ഒരു നമസ്കാരം, ജമാഅത്ത് നമസ്കാരം, ഒരു തോട്ടത്തിലെ ജോലിയുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടാൻ ഇടവന്നപ്പോൾ ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ദാനം ചെയ്തു. ഒരു വക്ത് നമസ്കാരം, അത് ജമാഅത്ത് നഷ്ടപ്പെടുന്നു, ഖളായി എന്നല്ല പറയണത്, ജമാഅത്ത് നഷ്ടപ്പെടാൻ അത് കാരണമായപ്പോൾ ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകി എന്നാണ്. അപ്പോൾ അവിടെ ഒരു നമസ്കാരത്തിൻ്റെ വിലയാണ് അവർ ഉൾക്കൊണ്ട അതിൻ്റെ വിലയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതേപോലെ അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലുള്ള നമ്മുടെ ക്ഷമ അത് തെളിയിക്കാനും അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ വലിയൊരവസരമാണ് ഈ റമളാൻ എന്നത്. രണ്ടാമത്തെ ക്ഷമ എന്ന് പറഞ്ഞാൽ വഅൻ മഅസിയത്തില്ല എന്നാണ്. പാപങ്ങൾ ചെയ്യാതിരിക്കാൻ, തെറ്റുകൾ, ഷഹവാത്തുകൾ, ദേഹേച്ഛകൾ, അത് ചെയ്യണം ഇത് ചെയ്യണം. നമുക്കറിയാം, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് തിന്മകൾ നമ്മളെ മാടി വിളിക്കാണ്. അത് പലപ്പോഴും തിന്മയാണ് എന്ന് പോലും നമുക്ക് തിരിച്ചറിയാനാകാത്ത വിധം
അത് അലങ്കൃതമായി പിശാച് നമ്മളെ തോന്നിക്കുകയാണ്. ചില കാര്യങ്ങളൊന്നും പെട്ട് കഴിയുമ്പോഴാണ് അത് തെറ്റായിരുന്നു, തിന്മയായിരുന്നു എന്ന് പോലും വിശ്വാസികളായ ആളുകൾക്ക് തോന്നുന്നത്. അത്രത്തോളം കാപ്പട്യം നിറഞ്ഞ ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പിടിച്ചു നിൽക്കുക എന്നത് അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൊണ്ട്, അള്ളാഹുവിലുള്ള കരുത്തുള്ള വിശ്വാസം കൊണ്ട് അത് പിടിച്ചു നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുക എന്നുള്ളതാണ്. ആ ക്ഷമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷമ. അതാണ് വഹൻ മഅസിയത്തില്ല, പാപങ്ങൾ ചെയ്യാതിരിക്കാൻ, ദേഹേച്ഛകൾക്കെതിരെ ഹറാമിൽ ചെന്ന് പതിക്കാതിരിക്കാൻ, ഹറാമുകളിൽ കുടുങ്ങാതിരിക്കാൻ നമ്മൾ പുലർത്തേണ്ട ഒരു ക്ഷമയുണ്ട്. ആ ക്ഷമയാണ് രണ്ടാമത്തെ ക്ഷമ. മൂന്നാമത്തതാണെന്ത്? മൂന്നാമത്തെ ക്ഷമയാണ് നമ്മൾ ഈ പറയുന്നൊരു പ്രയാസം, മുസീബത്തും ഇടങ്ങേറൊക്കെ വരുമ്പം, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ കുട്ടി മരിച്ചു, അല്ലെങ്കിൽ നമുക്ക് ക്യാൻസറാണ്, ഇതൊക്കെ വരുമ്പോഴുള്ളൊരു ക്ഷമ ഉണ്ടല്ലോ, അത് മൂന്നാമത്തെ ക്ഷമയാണ്. അപ്പോൾ ഈ ക്ഷമ കൈവരിക്കാൻ ഉള്ളൊരു അവസരമാണ് സത്യത്തിൽ റമദാൻ. നമ്മളെ മനസ്സ് പാകപ്പെടാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്കിപ്പോൾ ചിലതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ചിലതൊന്നും നമ്മൾ ചിന്തിക്കാൻ തയ്യാറാകാത്ത ഒരു ഓളത്തിലിങ്ങനെ, ഒരു വൈബ് എന്ന് പറയില്ലേ, ഒരു വൈബിലിങ്ങനെ ജീവിച്ച് പോവുകയാണ് നമ്മൾ. ഈ ദുനിയാവിൻ്റെ കുറേ വീഡിയോകളും ഫേസ്ബുക്കും സ്റ്റാറ്റസും ഇൻസ്റ്റഗ്രാമും ഒരു ട്രെൻഡാണ്, പുതിയൊരു കൾച്ചറാണ്. നമ്മളല്ലെങ്കിലും നമ്മുടെ കുട്ടികളിലൂടെ നമ്മൾ ആ ട്രെൻഡ് കാണുന്നുണ്ട്, നമ്മൾ അത് അറിയുന്നുണ്ട്, നമ്മുടെ ചുറ്റും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓളങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു നിമിഷം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വരും. ഒരു മെഡിക്കൽ റിപ്പോർട്ട്, ഇപ്പോൾ ബയോപ്സി ചെയ്തു, ഒരു ചെറിയ മുഴ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എന്താ, മോള് ചോദിച്ചു, എന്താ അമ്മ ഇവിടെ ചെറിയൊരു മുഴ ഉണ്ടല്ലോ, ഇത്ര കാലം ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പോഴാണത് കണ്ടത്. കുത്തിയെടുത്തു, അപ്പോൾ എന്താണ്, അതിൽ ചെറിയ പ്രശ്നമുണ്ട്. ബയോപ്സി റിപ്പോർട്ട് വന്നു, ക്യാൻസറാണ്. അപ്പോൾ വീണ്ടും പരിശോധനകൾ നടത്തി, സ്കാനിങ് നടത്തി, അത് വേറെ എവിടെയൊക്കെ പടർന്നിട്ടുണ്ട്, സർജറി ബുദ്ധിമുട്ടാണ്, ഇനി കീമോ കൊടുക്കാം. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഓളങ്ങൾ അവസാനിച്ച് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഞാൻ ഇത്ര കാലം ജീവിച്ചത് എന്തിനായിരുന്നു എന്ന് നമ്മളിലോട് ചോദിക്കുന്ന, നമ്മളിലേക്ക് ചുരുങ്ങുന്ന ഒരു നിമിഷം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശമെന്ത്, എന്തിനാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് കൃത്യമായി ഓരോരുത്തരും മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അത് എത്ര നേരത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ കഴിഞ്ഞകാല ജീവിതത്തിലെ വിഷമങ്ങൾ, കഴിഞ്ഞകാല ജീവിതത്തിലെ നഷ്ടബോധം വീണ്ടെടുത്തുകൊണ്ട് ശേഷിച്ച ജീവിതം നിലപാട് നന്നാക്കി തീർത്ത് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ആ തിരിച്ചറിവ് നമുക്ക് ജീവിതത്തിൽ എത്ര നേരത്തെ കൈവരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നത്, അതേപോലെ ആ കൈവരിച്ച ആ അതിജീവനുണ്ടല്ലോ, ആ കൈവരിച്ചത് അത് പ്രായോഗികമായി ശിഷ്ടജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയണം. ആ ഒരു ബോധം ഉണ്ടായിട്ട് കാര്യമില്ല, അത് ബാക്കി ജീവിതം കണ്ടാൽ അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അത് നമ്മുടെ നമസ്കാരം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ, നിയ്യത്തുകൾ, ഇതൊക്കെ നന്നാക്കിക്കൊണ്ട് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ, ഒരു നല്ല ജീവിതം ഇവിടുന്ന് അങ്ങോട്ട് ജീവിക്കാൻ ഈ റമദാൻ നമുക്ക് ഒരു പ്രതീക്ഷ നൽകേണ്ട, ഒരു പ്രേരണ നമുക്ക് നൽകേണ്ടതുണ്ട്. അതിന് വലിയൊരു അവസരം ഒരുക്കിക്കൊണ്ടാണ് അള്ളാഹു നമുക്ക് റമദാൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സോടുകൂടെയാണ് നമ്മൾ ഈ റമദാനിലേക്ക് പോകേണ്ടത്. എത്രയോ കാലം നമ്മൾ നോമ്പ് നോറ്റിട്ടുണ്ട്, ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പ് നോൽക്കുക. അതൊരു റമദാൻ 1 തുടങ്ങി 30 അവസാനിച്ച്, അതൊക്കെ കൂടി റമദാൻ 1 ചില കാര്യങ്ങളൊക്കെ തുറന്നു വെച്ച് 30 അവസാനിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിരം റമദാനായിട്ട് ഈ റമദാൻ മാറാൻ പാടില്ല. നമ്മൾ നാളെ നമ്മളെ കർമ്മരേഖ നമ്മളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആ കർമ്മരേഖയിൽ 2024 റമദാൻ അതൊരു അടയാളപ്പെടുത്തപ്പെട്ട റമദാനായി മാറണം. അതൊരു രേഖപ്പെടുത്തപ്പെടണം, ഇങ്ങനെ കാണണം നമ്മൾ ആ റമദാനിന് ശേഷമാണ് വലിയൊരു മാറ്റമുണ്ടായത്. അങ്ങനെ തന്നെ നമ്മൾ ഓരോ ജീവിതവും, നാളെ ഒരു നോമ്പ് 1 കഴിഞ്ഞ് നോമ്പ് 2 നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്ര മാറി, നമ്മൾ നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മളെ രേഖയിൽ എന്തുണ്ട്. പലപ്പോഴും ആളുകൾ രോഗമായിട്ടാണെങ്കിലും ഒരു പ്രയാസപ്പെട്ടൊക്കെ മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരു അവസരം ഉണ്ടാവും, ഒരു സന്ദർഭം ഉണ്ടാവും. ഇപ്പോൾ ക്യാൻസറാണ്, ഇനി പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിരാശനായി ആളുകൾ കിടക്കുന്നൊരു സന്ദർഭമുണ്ട്. അന്ന് പിന്നെ ജീവിതത്തിൽ ഒരോളം ഉണ്ടാവില്ല. നമ്മളെ ബിസിനസ്സിൽ എത്ര വരുമാനമുണ്ട് എന്ന് നമ്മൾ ചോദിക്കൂല, നമ്മൾ ദുനിയാവിൻ്റെ ഒരു കാര്യത്തെ പറ്റിയും പിന്നെ ആളുകൾ ചോദിക്കൂല. മരണത്തിലേക്ക് കാത്തുകൊണ്ടിരിക്കുന്ന, അവിടെ എന്ത് പ്രതീക്ഷയുണ്ട് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. സത്യത്തിൽ അത് നമ്മൾ ഇപ്പം തന്നെ തുടങ്ങണം.
എന്തുണ്ട്? നമ്മളെല്ലാവരും എന്താ പറയുക? മരിക്കാനിരിക്കണവരും അതാണ് പറയുക, മരണശയ്യയിൽ കിടക്കണവരും അതാണ് പറയുക. പിന്നെ അതുമായി ബന്ധപ്പെട്ടൊക്കെ പറയാം എന്താണ്, എന്തായിരിക്കും ഇപ്പോൾ ഞാൻ മരിച്ച എൻ്റെ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും, എൻ്റെ പെണ്ണുങ്ങളെ അവസ്ഥ എന്തായിരിക്കും, എൻ്റെ കുട്ടികളെ ഞാരെ പഠിപ്പിക്കുക, അവർക്കാരാ വീട് വെച്ച് കൊടുക്കുക. ഇതൊക്കെ ഇത്രയും ദുനിയാവിൻ്റെ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ളത്, നമ്മൾ കേൾക്കാറുള്ളത്, നമ്മൾ പറയാറുള്ളത്. എന്നാൽ നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട എന്താ അറിയോ? ഈ ഇവിടെ നിന്നാണ് മരിച്ചാൽ നമ്മളെ ഖബറിൽ നമുക്കെന്തുണ്ടാകുക, നമ്മുടെ രേഖയിൽ എന്തുണ്ടാകുക, നമ്മളെ ഖബറിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ വെച്ച് ഇപ്പോഴും മരിക്കുകയാണെങ്കിൽ ആ മരണത്തിൻ്റെ മാലാകമാർ, ആ മലക്കുകൾ വരുന്നത് തന്നെ എങ്ങനെയായിരിക്കും? ആ റൂഹ് എടുക്കുന്നതോടുകൂടി ഒരു പ്രയാസകരമായ ജീവിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എങ്കിൽ നമ്മുടെ കാര്യം എന്തായിരിക്കും? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖബർ കാണുമ്പോഴും ഖബറിനെപ്പറ്റി കേൾക്കുമ്പോഴൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമൃദ്ധമായ താടി രോമങ്ങളിലൂടെ കണ്ണീരിങ്ങനെ ഉറ്റി ഉറ്റി വീഴുമായിരുന്നു എന്നാണ്. അപ്പോൾ സഹാബികൾ ചോദിക്കും അദ്ദേഹത്തോട്, അള്ളാഹുവിൻ്റെ റസൂല് നബിയുടെ സദസ്സിൽ നരകത്തെപ്പറ്റിയും നരകശിക്ഷയെപ്പറ്റിയുമൊക്കെ പറയുമ്പോഴില്ലാത്ത ഒരു സങ്കടവും കരച്ചിലും എന്തുകൊണ്ടാണ് ഉസ്മാൻ താങ്കൾക്ക് ഖബർ കേൾക്കുമ്പോഴും ഖബർ കാണുമ്പോഴും ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചപ്പം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ പറയുമായിരുന്നു, എന്താണ്? ഖബർ, നിശ്ചയമായും ഖബർ അതാണ് ബർസഖിലെ ആദ്യത്തെ വീട്. അവിടെ ഒരാൾക്ക് പ്രയാസമാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ പ്രയാസമായിരിക്കുമെന്നാണ്. അവിടെ എളുപ്പമാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പമായിരിക്കും എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഖബർ അതൊന്നും ഇത്ര ദൂരത്തല്ല. ഇവിടെ നിന്ന് നമ്മളറിയില്ല, ഈ ഇരിക്കുന്ന ഈ പരിപാടി കഴിയുമ്പോൾ എത്രയെത്ര പരിപാടികളിലാണ്, എത്രയെത്ര പ്രോഗ്രാമുകളിലാണ് സഹോദരങ്ങളെ പ്രസംഗിക്കുന്ന ആളുകൾ പ്രസംഗിച്ചിരിക്കുമ്പം കുഴഞ്ഞു വീണ് യാത്രയായത്. എത്രയെത്ര ആളുകളാണ് പ്രസംഗിച്ച് ആ പ്രസംഗം കേൾക്കുമ്പോൾ അത് കേട്ടിട്ടും കേട്ട് പ്രസംഗം തീർന്ന ആളുകളൊക്കെ പോയിട്ടും ആ കസേരയിൽ എണീക്കാതെ ഇരുന്ന് പോയിട്ടുള്ള എത്രയെത്ര ആളുകൾക്ക് ഈ ലോകം, ഈ ദുനിയാവ് സാക്ഷിയാണ്. അതുകൊണ്ട് നമുക്ക് ആർക്കും ഉറപ്പില്ല ഞാൻ ഈ പ്രസംഗം പൂർത്തിയാക്കുമെന്നോ, നിങ്ങളിവിടുന്ന് ഈ സീറ്റിൽ നിന്ന് നിങ്ങളാണോ എഴുന്നേൽക്കുക അതോ മറ്റാരെങ്കിലും നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണോ എന്നുപോലും നമുക്ക് ഗ്യാരണ്ടി പറയാൻ സാധ്യമല്ലാത്ത അത്രയും നിസ്സഹായമായ ഒരവസ്ഥയിലാണ് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ഖബർ എന്ന് പറയുമ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കാനല്ല, ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ബർസഖിയായ ഒരു ലോകത്തേക്ക് ഒരു പക്ഷേ നമ്മൾക്ക് പോകേണ്ടി വരും. അത്രയും അടുത്താണ് നമ്മുടെ ബർസഖിയായ ജീവിതം. അതുകൊണ്ട് അവിടെ ആ മരണത്തിൻ്റെ മലക്ക് വരുന്ന ആ റൂഹ് പിടിക്കുന്ന സന്ദർഭം പോലും അത് പ്രയാസകരമായ ഒരവസ്ഥയിലാണ് നമ്മുടെ റൂഹ് പിടിക്കപ്പെടുന്നതെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ കഷ്ടപ്പാട് തുടങ്ങും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവിൻ്റെ എന്തൊക്കെ ആസ്വാദനങ്ങളും എന്തൊക്കെ പളപളപ്പോൾ നോക്കി, ഈ ഹറാമുകളൊക്കെ ചെയ്യുന്ന ആളുകൾ എന്താണ്? കേവലം ആസ്വാദനത്തിന് വേണ്ടി ചെയ്യാണ്. വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് സന്തോഷത്തിന് വേണ്ടി, ദുന്യവിയായ നൈമിഷികമായ ചില ആസ്വാദനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഈ ജീവിതത്തെ നശിപ്പിക്കുന്നതെങ്കിൽ അതൊക്കെ വളരെ ഷോർട്ട് ലാസ്റ്റ്, വളരെ കുറഞ്ഞ സമയമാണ്. ദുനിയാവിൻ്റെ ഏതൊരു സന്തോഷവും അങ്ങനെയാണ്, അത് കുറച്ച് നേരം നിൽക്കുള്ളൂ, വളരെ കുറച്ച് നേരം. അത് കഴിഞ്ഞാൽ അതിൽ സന്തോഷം ഉണ്ടാവില്ല. ഒരു പുതിയ ഫോണ് അത് വാങ്ങണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹമാണ് അതിൻ്റെ സന്തോഷം. അതിങ്ങനെ ആഗ്രഹിച്ച് അത് കയ്യിൽ കിട്ടിയാൽ പിന്നെ അതിനധികം സന്തോഷം ഉണ്ടാവില്ല. ഒരു ദിവസം അല്ലെങ്കിൽ മാക്സിമം 2 ദിവസം കഴിഞ്ഞു, പിന്നെ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവില്ല. ഒരു കാറ്, ഒരു വീട്, അത് എത്ര ആളുകളാണ് കോടിക്കണക്കിന് ഉറുപ്പ്യൻ്റെ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, കോടിക്കണക്കിന് ഉറുപ്പ്യൻ്റെ വീട് വെച്ചിട്ട് 6ാമത്തെ ദിവസം മൂപ്പര് മേലെന്ന് പേസ്റ്റും ബ്രഷും കൊടുത്ത് താഴത്തെ റൂമിലേക്ക് പോന്നു. പിന്നെ ഇതുവരെ മേലേക്ക് കയറിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം അന്ന് പ്ലാൻ വരച്ചപ്പം വലിയ റൂം, മാസ്റ്റർ ബെഡ്റൂം, അത് മേലെ വെച്ച് സംഭവം ഉഷാറാക്കി, താഴത്ത് ചെറിയ ബെഡ്റൂമാണ്. പക്ഷെ 6 ദിവസം കോണി ഇറങ്ങിയപ്പോൾ തന്നെ മതിയായി. ഇനി താഴത്തുനിന്ന് ഞാൻ പേസ്റ്റും ബ്രഷും കൊടുത്ത് താഴത്ത് കൊണ്ടയച്ചു, ഇനി മേലക്കില്ല എന്നാണ് പറഞ്ഞത്. ആലോചിക്കുക, അത്രയും കോടിക്കണക്കിന് ഉറുപ്പ്യക്ക് വീടുണ്ടാക്കിയിട്ട് അതെന്ത്, ആ റൂമിന് വേണ്ട. ആ സന്തോഷം അത്രേ ഉള്ളൂ, 6 ദിവസം ആ സന്തോഷം നിന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ദുനിയാവിൻ്റെ ഏതൊരു സന്തോഷം ഇത്ര നീളം ഉണ്ടാവുള്ളൂ. കാരണം അത് ഒരു കാറ് വന്ന് അടുത്ത കാർ ഇറങ്ങുമ്പം ആ കാറിൻ്റെ പുതുമ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ചോൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, സ്വർഗത്തെ പറ്റി പറയും, ഖാലിദീന ഫീഹ. അവിടെ നിരാശല്ല, അവിടുത്തെ സന്തോഷം അബദനാണ്, എന്നുള്ള ശാശ്വത സന്തോഷമാണ്. ഇവിടുത്തെ സന്തോഷം ഒരിക്കലും അങ്ങനെ നിൽക്കൂല, അത് കുറച്ച് കഴിയുമ്പോൾ പോകും. ഈ സന്തോഷത്തിന് വേണ്ടി ഹറാമുകൾ സമ്പാദിക്കുന്ന ആളുകൾ എത്ര സമ്പാദിച്ചാലും നിങ്ങൾ നോക്കി, ഒരു മാക്സിമം വലിയ പൈസക്കാരനാകുക എന്ന് പറഞ്ഞാൽ ആരാപ്പാണ്? ലോകത്തിൽ ഏറ്റവും വലിയ, ഇപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ അംബാനി ആകാനാ മാക്സിമം ഇപ്പോൾ ഒരാൾക്ക് പറ്റുള്ളൂ.
അതിൻ്റെ അപ്പുറത്തേക്ക് അത്ര വലിയ പൈസക്കാരനായാലും സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ വീട് പറഞ്ഞാൽ എന്താ, ബോംബെയിലൊരു വീട് 15,000 കോടിൻ്റെ വീടാത്രേ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ബോംബെയിലൊരു ചെറിയൊരു സ്ഥലത്തുള്ള വീടാണ് ഇപ്പോൾ ഇത്. എന്നാൽ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ചെറിയൊരു സ്വർഗം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൻ്റെ മുഴുവൻ ആഡംബരങ്ങളും നിങ്ങൾ കണക്കൂട്ടിയാൽ അതിനേക്കാൾ 10 മടങ്ങുണ്ടാവുന്നതാണ്. ഈ ലോക ചരിത്രത്തിൽ എത്രയോ വലിയ ചക്രവർത്തിമാരും കോടീശ്വരന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ എത്രയെത്ര സുഖാഡംബരങ്ങളാണ് ലോകത്ത് ആസ്വദിച്ച് കഴിഞ്ഞു പോയത്. ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് കിട്ടിയാലും ഇപ്പം എത്ര നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും? അതിൻ്റെ 10 മടങ്ങാണ് ഒരു മിനിമം സ്വർഗം. ഒരു ഏറ്റവും ലോവസ്റ്റ് ദറജയിലുള്ള സ്വർഗം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഫ്ലാറ്റും ഒരു ബംഗ്ലാവും നമുക്കിപ്പോൾ പുരുഷായുസ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമോ? 99% ആൾക്കാർക്കും പറ്റില്ല. പക്ഷേ അതൊക്കെ വളരെ സിമ്പിളായിട്ട്, ഒന്നും നമ്മളെ കയ്യിലില്ലെങ്കിലും ഒരു വരുമാനം ഇല്ലെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാലാകാലം അത്തരത്തിലുള്ളൊരു ആസ്വാദനങ്ങൾക്ക് അള്ളാഹു പ്രതിഫലമായി സ്വർഗം നൽകും. എന്ത്? ശരിയായ വിശ്വാസം ഉണ്ടെങ്കിൽ. ശരിയായ വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവാണ് ആരാധനക്കർഹൻ. അവനല്ലാതെ മറ്റാരും ആരാധിക്കപ്പെടാൻ അർഹതയില്ല എന്ന ഉലൂഹിയത്തിൻ്റെ തൗഹീദിലും റുബൂബിയത്തിൻ്റെ തൗഹീദിലും അസ്മാഉ വസിഫാത്ത്, അള്ളാഹു മാത്രമായ അള്ളാഹുവിന് മാത്രമായിട്ടുള്ള നാമഗുണവിശേഷണങ്ങൾ അത് അവൻ്റേതു മാത്രമാണ്. അവനല്ലാതെ ലോകത്തൊരു ശക്തിക്കും അത്തരത്തിലുള്ള ഗുണവിശേഷണങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നതിലൂടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ പിൻപറ്റുന്നതിലൂടെ, ആ ജീവിതമാർഗം പിൻപറ്റുന്നതിലൂടെ ഏതൊരാൾക്കും സ്വർഗം കൈവരിക്കാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച്, അത്രയും വലിയ ഓഫറാണ്. നഷ്ടമില്ലാത്ത, സങ്കടമില്ലാത്തൊരു ലോകം, നിരാശയില്ലാത്ത ലോകം, നിലനിൽക്കുന്ന ആനന്ദം, അറ്റമില്ലാത്ത ആനന്ദം. അവിടെ മക്കൾ മരിച്ചു പോവുക, അവിടെ അസുഖം വരിക, ക്യാൻസർ ആകുക, ഒരു ശാരീരികമായോ മാനസികമായിട്ടോ യാതൊരു പ്രയാസമില്ലാത്ത ഒരു സ്വർഗ്ഗലോകം തരാമെന്ന് അള്ളാഹു പറയാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം. അള്ളാഹുവിൻ്റെ പ്രതിഫലതാണ് ഇതൊക്കെ. ഈ ആസ്വാദനങ്ങളൊക്കെ എത്ര നിങ്ങൾ ലോക ചരിത്രം എടുത്തു നോക്കി, ഏതൊരു ചക്രവർത്തിയും എത്ര കാലം ജീവിച്ചിട്ടുണ്ടാവും? എത്ര കാലം അയാൾ ലോകത്തിലെ ചക്രവർത്തിയായി നിലനിന്നുണ്ടാവും? വളരെ കുറഞ്ഞൊരു കാലം. അതിനുശേഷം ഒരു തലമുറ വന്ന് 2-3 തലമുറ ആകുമ്പോഴത്തേന് ആ ചക്രവർത്തിമാരോ ആ രാജാക്കന്മാർ തന്നെ തുടച്ചു നീക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ലോക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കാണുക. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമളാൻ എന്ന് പറയുമ്പം ഇതൊക്കെ നിങ്ങൾ റമളാനിലേക്ക് ചേർത്ത് പറയണം. എന്തിനാ വെച്ചാൽ ആ ഒരു വൈബ് ഉണ്ടാക്കാനാണ്. ഒരു ദീനിൻ്റെ വൈബാണ് വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. അള്ളാഹു റസൂൽ എന്തു പറഞ്ഞു അതിങ്ങനെ അന്വേഷിച്ച് നടക്കുക, അതിങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അത് പ്രവർത്തിക്കുമ്പോണ്ടാണ് ഒരു സന്തോഷമുണ്ട്. അതാണ് ശരിയായ സന്തോഷം. അതാണ് അള്ളാഹു പരിചയപ്പെടുത്തിയ സന്തോഷം. അബ്ശിറൂ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷിക്കി. ഫലിദാലിക ഫൽയഫ്റഹൂ, ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കി. അള്ളാഹു റസൂലും പറഞ്ഞൊരു സന്തോഷമുണ്ട്. അതാണ് സന്തോഷം. അത് സന്തോഷമായി കാണാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യണം. ഞാൻ പറഞ്ഞേ, നമ്മളെപ്പോഴും അന്വേഷിക്കേണ്ടത് എന്താണ് പടച്ചോൻ പറഞ്ഞത്, എന്താ നബി പറഞ്ഞത്, ഈ വിഷയത്തിൽ എന്താ അള്ളാഹു റസൂലും പറഞ്ഞത്, അതാണ് എൻ്റെ തീരുമാനം, അത് അതിൻ്റെ ഒപ്പം ഞാൻ നിൽക്കുള്ളൂ. അതല്ലാത്തത് നമുക്ക് പ്രയാസകരമാകണം. അത് നമുക്ക് ഒരു പാഷനായി മാറണം. അതനുസരിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകണം. അതാണ് ശരിയായ സന്തോഷം. നിങ്ങൾ ആലോചിക്ക്, പെരുന്നാളിൻ്റെ അന്ന് രാവിലെ നമ്മളെ ബാപ്പാക്ക് അറ്റാക്ക് ഉണ്ടായി, ICUയിൽ കിടക്കുകയാണ് അല്ലേ? ICUയിൽ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത് സുബൈക്ക് വാപ്പ സുബൈൻ്റെ മുമ്പിന് നെഞ്ഞുവേദന ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ കൊണ്ട് ECG എടുത്തു, അറ്റാക്കാണെന്ന് പറഞ്ഞു. വാപ്പ ICUയിൽ കിടക്കുകയാണ് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത്. പെരുന്നാളിൻ്റെ ഒരു സന്തോഷം ഒരാളെ മുഖത്തില്ല. ചോറുമാണോ മന്തി, തലേന്ന് എന്തൊക്കെയൊന്നും ഡിസ്കഷൻ, ഏത് പായസം ഉണ്ടാക്കണം, ഇന്നിപ്പോൾ ആർക്കും ഒരു ചർച്ചയില്ല. പായസം വേണ്ട, മന്തി വേണ്ട, ഒന്നും വേണ്ട. വാപ്പ എത്രയും പെട്ടെന്ന് മാറി ഇങ്ങോട്ട് വന്നാൽ മതിയെന്നായി. പക്ഷേ നമ്മൾ പെരുന്നാൾക്ക് പള്ളിക്ക് പോകും. ആരെങ്കിലും പറയോ ഞാൻ പള്ളിയിൽ പോകില്ല, എൻ്റെ വാപ്പ ICUയിലാണെന്ന്? പോകുക ചെയ്യുക. നമ്മൾ തക്ബീർ ഉറക്കെ ചെല്ലുക ചെയ്യുക. അതാണ് സന്തോഷം. അത് പെരുന്നാളിൻ്റെ സന്തോഷം നഷ്ടപ്പെടൂല. അള്ളാഹു അവിടെ പ്രഖ്യാപിച്ച വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആ ഗൈഡൻസിൽ, ഹുദയിൽ, മാർഗദർശനത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ തക്ബീർ ചെയ്യാൻ അത് നമുക്ക് പറ്റും. അത് ഏത് സങ്കടത്തിൻ്റെ, നമ്മൾ സങ്കടമാണ് ദുഃഖമാണ് എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ സന്തോഷിക്കാൻ ഏതവസരത്തിലും വിശ്വാസിക്ക് സാധിക്കും. അതാണ് ഈ വിശ്വാസം നൽകുന്ന കരുത്ത്, അതാണ് ഈ വിശ്വാസം നൽകുന്ന ജീവൻ. നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹു നൽകുന്നൊരു ജീവനുണ്ട്, അത് ഈ ദീനാണ്.
അത് ഈ ദീനാണ്. ആകാശലോകത്തു നിന്ന് പ്രവാചകന്മാർ, ആകാശലോകത്തു നിന്ന് മലക്കുകൾ വഴി പ്രവാചകന്മാർക്ക് വഹിയായി കിട്ടിയ ആ ദീൻ, വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ 1400 വർഷത്തെ ഇസ്ലാമിൻ്റെ പൈതൃകത്തിലൂടെ നിലനിന്നു പോകുന്ന ഖുർആനാകുന്ന സഹീഹായ ഹദീസാകുന്ന ഈ വഹിയുണ്ട്. അത് നെഞ്ചോട് ചേർത്ത് വെക്കാൻ, അത് പഠിക്കാൻ, അത് പ്രയോഗവൽക്കരിക്കാൻ, അതിൽ സന്തോഷം കണ്ടെത്താൻ, അതനുസരിക്കപ്പെടാതെ പോകുമ്പം, അത് ലംഘിക്കുമ്പം ഒരു വിഷമുണ്ടാകണം. അതാണ് ഈമാൻ എന്ന് പറഞ്ഞത്. അത് കൈവരിക്കാനുള്ള ഏറ്റവും നല്ലൊരവസരമാണ് ഈ റമദാൻ. അങ്ങനെ ആ ഒരു തരത്തിൽ കാര്യങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ റമദാനിനെ നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ, റമദാനിലെ നമ്മൾ വരവേൽപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാ പുണ്യങ്ങളും നേടാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ചില ഷഹവാത്തുകൾ അല്ലെങ്കിൽ ദേഹേച്ഛകൾ അതിന് തടസ്സം നിൽക്കില്ല. കാരണം ഏത് ദേഹേച്ഛയും അതിജയിക്കാൻ ഈ വിശ്വാസ പ്രത്യയശാസ്ത്രത്തിന് കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ആളുകളാണ് ജാഹിലിയ കാലത്ത് മദ്യം കഴിച്ചു കൊണ്ടിരുന്ന, വ്യഭിചാരത്തിൽ കുളിച്ചു നിന്നിരുന്ന എത്ര ആളുകളാണ് ആ വിശ്വാസം കൊണ്ട് അവർ മാറിയത്. അപ്പോൾ ആ വിശ്വാസം, ആ മുൻഗാമികളായ അവരെ മാറ്റിയ ആ പ്രത്യയശാസ്ത്രം, ഖുർആനാകുന്ന സഹീഹായ ഹദീസാകുന്ന ഈ വഹയ്, ഇത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വള്ളിപ്പുള്ളി മാറ്റമില്ലാതെ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഈ റമദാനിൽ വരണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട്, നരകത്തിൻ്റെ വാതിലുകൾ അടച്ചുകൊണ്ട് നന്മകളിലേക്ക് മുന്നേറൂ എന്ന് മലക്ക് വിളിച്ചു പറയുമെന്നാണ്. എന്താണ്? സ്വർഗത്തിൽ നന്മകളുടെ വാതിലുകളൊക്കെ തുറന്നിട്ട് അള്ളാഹു നന്മകൾക്ക് ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലം നൽകുമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര എളുപ്പമാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. ഒരു നന്മ ചെയ്താൽ 1 മിനിമം 10 പ്രതിഫലം, മിനിമം 10. അവിടുന്ന് അങ്ങോട്ട് പിന്നെ എത്ര ആകാം. നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഉദ്ദേശശുദ്ധി, നീയത്തിനനുസരിച്ച് ആ നന്മക്ക് അള്ളാഹു എത്ര വേണമെങ്കിലും പ്രതിഫലം തരും. കാരണം അതിൽ നമ്മളെടുക്കുന്ന ഒരു എഫർട്ട് ഉണ്ട്. ആ എഫർട്ടിനനുസരിച്ചാണ് അതിൻ്റെ കൂലി, ആ നീയത്തിനനുസരിച്ചാണ് അതിൻ്റെ കൂലി. എല്ലാവരും ഒരു സഫിൽ, ഒരേ സഫിൽ, ഒന്നാമത്തെ സഫിൽ നമസ്കരിക്കുന്ന 10 ആളുകൾക്കും ഒരേ പ്രതിഫലമല്ല. ചില ആൾക്കാർക്ക് 10ൽ 1, ചില ആൾക്കാർക്ക് 10ൽ 2, ചില ആൾക്കാർക്ക് 10ൽ 9. കാരണം എന്താണ്? എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോഴും പ്രതിഫലം വ്യത്യാസപ്പെടാനുള്ള കാരണം എന്താണ്? അവിടെ നിൽക്കുമ്പോഴുള്ള ഉദ്ദേശം, ആ നമസ്കാരത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്തുകൊണ്ടുള്ള നമസ്കാരം, ആ നമസ്കാരത്തിലുള്ള ഖുശൂ, ഇതൊക്കെ നോക്കിയിട്ടാണ് അതിന് പ്രതിഫലം തരിക. അപ്പോൾ അതുകൊണ്ട് 1ന് 1 മിനിമം 10. നിങ്ങൾ ആലോചിക്കുന്ന ഒരു തെറ്റാണെങ്കിലോ, ഒരു തെറ്റ് ചെയ്താൽ ഒരു തെറ്റിൻ്റെ കുറ്റേ കിട്ടുള്ളൂ, അതെന്നെ ചെയ്താലേ കിട്ടുള്ളൂ. എന്നിട്ടും അല്ലാഹ് ഖുദ്സിയായ ഹദീസിൽ മലക്കിനോട് എന്താ പറയണത്? എഴുതല്ലേ, രേഖപ്പെടുത്തല്ലേ, എൻ്റെ അടിമ തൗബ ചെയ്യുമോ എന്ന് നോക്ക്. അവൻ തൗബ ചെയ്താൽ അതൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞണമെന്നാണ്. അപ്പോൾ നോക്കി, ആ ഡിലീറ്റ് ചെയ്ത് തൗബ ചെയ്താൽ പഠിച്ചോണ്ട് ഡിലീറ്റ് ചെയ്യും. ഇനി അതല്ല ചെയ്യാൻ ഉദ്ദേശിച്ചു, ഒരു തിന്മ ചെയ്യണം ഉദ്ദേശിച്ചു, പിന്നെ തോന്നി വേണ്ട, ഇനിയിപ്പോൾ അത് പടച്ചോന് അത് തെറ്റായാലോ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഷെറുണ്ടായാലോ എന്ന് വിചാരിച്ച് ആ തെറ്റ് ഉപേക്ഷിച്ചു. അപ്പോൾ അത് നന്മയായി രേഖപ്പെടുത്തുമെന്നാണ്. ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു തെറ്റ് ചെയ്യാതെ പോയാൽ ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തും. ഇത്രയും നല്ലൊരു സ്കീം പടച്ചോനല്ലാതെ ആർക്കാണ് തരാൻ പറ്റുക? ഇങ്ങനെയൊക്കെ ഒരു സ്കീം തന്നിട്ടും നമ്മൾ നരകത്തിലാണ് പോകുന്നതെങ്കിൽ എത്ര വലിയ നഷ്ടമായിരിക്കും അത്. അതുകൊണ്ട് എന്താ അറിയോ, നമ്മൾ ശരിയായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ ഈ ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ടുള്ള നല്ല ഒരു ജീവിത മാതൃക നമ്മൾ ഈ റമളാനിൽ ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ റമളാനിന് അങ്ങനെ കാണാൻ ഓരോ കാര്യങ്ങൾ, അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു പ്ലാനിങ് ആണ്. എങ്ങനെ നമ്മൾ ഈ റമളാൻ നേരത്തെ സുബൈൻ്റെ മുമ്പ് എല്ലാവരും അത്തായം കഴിക്കാൻ സുബൈൻ്റെ മുമ്പ് എണീക്കും. അത്തായത്തിൽ ബറക്കത്തുണ്ട്, അത്തായം കഴിക്കണം. അത്തായം അല്ലാത്ത നോമ്പ് ജൂതൻ്റെ നോമ്പാണ്, അതുകൊണ്ട് അത് സുന്നത്താണ്, വളരെ പ്രബലമായ സുന്നത്താണ് അത്തായം കഴിക്കുക. അപ്പോൾ അതൊക്കെ കൂടി ചോറ് പള്ളർച്ച് തിന്നുകാണ്ട് സുബൈൻ്റെ ജമാഅത്തിന് തന്നെ കോട്ടാവിടുന്ന ജാതി അത്തായം ഒന്നും കഴിക്കരുത്. ചില ആൾക്കാരെ വിചാരം എന്താ അറിയോ, ഈ ചോറൻ തിന്നാൽ വൈകുന്നേരമാകോളം പള്ളിയിൽ കിടക്കുന്നതാണ്, അതാണ് ഓൻ്റെ വിജയം എന്നാണ്. ഈ നോമ്പ് നിലനിർത്തുന്നത് ആ വൈകുന്നേരം വരെ തിന്നണ അത്രയ്ക്ക് ലോഡ് നിറച്ച് ചില ആൾക്കാർ കടെല്ലാം കൂടി തിന്നുകാണ്ട്. അപ്പോൾ അത്തായം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് തിന്നുക, ആ സുന്നത്ത് കിട്ടാൻ വേണ്ടിയുള്ള തിന്നലാണ്. അത് കുറച്ച് മിക്സഡ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കുക. ഷുഗർ കൂടുതലുള്ള സാധനം കഴിച്ചാൽ അത് അപ്പം തന്നെ ഗ്യാസ് ഔട്ടായി പോകും. ഈ
പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റൊക്കെ ഉള്ള ഭക്ഷണമാകുമ്പോൾ അത് കുറച്ചും കൂടി ദഹിച്ച് ഇങ്ങനെ കുറേ നേരം ബ്ലഡിൽ നിൽക്കും. ഡയറക്റ്റ് ഷുഗർ ഈ ഷെയ്ക്ക് ഫ്രൂട്ട് അങ്ങനത്തെ സാധനങ്ങളാകുമ്പോൾ എന്താ വെച്ചാൽ അത് പെട്ടെന്ന് കത്തി തീർന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചെറിയൊരു ഭക്ഷണ രീതി നമ്മൾ അത്തായത്തിന് നമ്മൾ പറയാം 50 ആയത്ത് ഓതുന്ന സമയമാണ് സുബൈൻ്റെ മുമ്പ്. അപ്പോൾ അത് കുറച്ച് നേരത്തെ എണീറ്റിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയം. പലപ്പോഴും ആളുകൾ സുബയാൻ കൊടുക്കോളം അടുക്കളയിൽ ഇങ്ങനെ തിരിഞ്ഞ് കഴിച്ച് നിൽക്കുക ചെയ്യുക. അതിനേക്കാൾ കുറച്ചൊരു സമയം ആ അത്തായം കഴിഞ്ഞാലും ഒരു 50 ആയത്ത് ഓതാനുള്ള സമയത്തിൻ്റെ മുമ്പ് നമ്മൾ കിച്ചൺ ക്ലോസ് ചെയ്യണം. കിച്ചൺ അപ്പോൾ ക്ലോസ് ആവും. അവസാന നിമിഷം വരുന്ന ആൾക്കാർക്ക് നമ്മൾ വണ്ടി കൊടുക്കരുത്. അതായത് അതിൻ്റെ മുമ്പ് ഒരു 50 ആയത്ത് ഓതാനുള്ള നേരത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ആ സമയം പ്രാർത്ഥനക്കും നമ്മൾ അതേപോലെ തന്നെ ഇസ്തിഗ്ഫാറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഒഴിഞ്ഞു വെക്കണം. ഒഴിഞ്ഞ് ആ പ്ലാനിൽ നമ്മൾ അങ്ങനെ കണ്ടെത്തണം. സുബൈൻ്റെ മുമ്പുള്ള ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ ആ രാവിലെ പലപ്പോഴും നോമ്പിന് ആളുകളുടെ രീതി എന്ന് പറഞ്ഞാൽ സുബൈസ്കരിച്ചാണ് നേരെ കടന്നുറങ്ങുക എന്നുള്ളതാണ്. ഈ രാവിലെ എന്ന് പറഞ്ഞാൽ എൻ്റെ സമുദായത്തിന് ബറക്കത്തുള്ള സമയമാണ് സുബൈൻ്റെ ശേഷമുള്ള സമയം. അപ്പോൾ അത് നോമ്പിൽ ഉറങ്ങിയിട്ട് ആ സമയത്തിൻ്റെ ബറക്കത്ത് കളയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. പിന്നെ പലപ്പോഴും എല്ലാവരെയും ഉറക്കം താളം തെറ്റുന്നൊരു സമയമാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. രാത്രി മുഴുവൻ അടുക്കളയിൽ പണിയൊക്കെ അയച്ച് ഉറക്കമൊക്കെ കുറവായി. എപ്പോഴും ചോദിച്ചാൽ പറയാം എല്ലാവർക്കും ഉറക്കത്ത് കുറവാണെന്ന് പറഞ്ഞാൽ രാത്രി വൈകി കിച്ചൺ ക്ലോസ് ചെയ്യും, സുബൈക്ക് നേരത്തെ പിന്നെയും കിച്ചൺ തുറക്കും. അപ്പോൾ അതുകൊണ്ട് ഉറക്കമൊക്കെ ആകെ ഒരു അലങ്കോലപ്പെട്ട അവസ്ഥ ഉണ്ടാവും. നമ്മൾ മാറ്റിയെടുക്കണം. റമളാനിൽ എന്താ വെച്ചാൽ റമളാനിന് ശേഷവും നമുക്ക് തുടരാൻ പറ്റിയ ഒരു പാറ്റേണാണ് നമ്മൾ റമളാനിൽ ഉണ്ടാക്കേണ്ടത്. റമളാൻ കഴിഞ്ഞാൽ നമുക്കത് നിലനിർത്താൻ പറ്റണം. ആ സ്ലീപ്പ് പാറ്റേണും നമ്മളെ നിസ്കാരം. ഇപ്പോൾ ഈ റമളാൻ കഴിഞ്ഞാൽ ഇതില്ലാതാവില്ല. റമളാൻ കഴിഞ്ഞാലും നമുക്ക് തഹജ്ജുദിന് എണീക്കാൻ പറ്റണം. ഒരു അരമണിക്കൂർ മുമ്പ് 1 മണിക്കൂർ മുമ്പ് നമ്മളെ ഈമാൻ അനുസരിച്ച് നമുക്ക് എത്ര നിസ്കരിക്കാൻ പറ്റും എന്നുള്ളതിനനുസരിച്ച് നമ്മൾ സുബൈൻ്റെ മുമ്പ് എത്ര നേരത്തെ നമ്മൾ എഴുന്നേൽക്കണം. അത് റമളാൻ കഴിഞ്ഞാൽ ശവ്വാൽ 1-ന് നിലനിന്ന് പോകരുത്. അപ്പോൾ അത് ശേഷവും നമുക്ക് തുടരാൻ പറ്റിയ ഒരു പാറ്റേൺ നമ്മൾ റമളാനിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതുകൊണ്ട് സുബൈൻ്റെ കുറച്ച് നേരത്തെ എണീക്കുക. എന്നിട്ട് ആ പ്രാർത്ഥനയ്ക്കൊക്കെ ഉള്ളൊരു സമയം നമ്മളവിടെ കണ്ടെത്തുക. സുബൈ കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ പാടില്ല. ആ ശീലം നമ്മൾ ഒഴിവാക്കുക. ഏറ്റവും ബറക്കത്തുള്ള സമയമാണ്. ആ സമയം നമ്മൾ ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കുക. മിനിമം നമ്മൾ ഓതി തീർക്കേണ്ട ഖുർആൻ്റെ ഒരു പകുതിയെങ്കിലും, ഒരു മേജർ പാർട്ട് ആ സമയത്ത് നമ്മൾ ഓതി തീരണം. അത് രാവിലെ തന്നെ കഴിച്ചാൽ പിന്നെ നമ്മൾ ജീവിതത്തിൻ്റെ തിരക്കിൽ പെട്ടാൽ ഖുർആൻ ഓതാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നോമ്പിന് പലപ്പോഴും നമ്മളെ പണിക്കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന ആളുകളാകുമ്പോൾ എന്താ വെച്ചാൽ പിന്നെ ജോലിയായി ക്ഷീണമായി അസറാകുമ്പോഴത്തേന് പിന്നെ ആൾക്കാർക്ക് ഖുർആൻ ഓതാനുള്ളൊരു മൂടൊക്കെ പോവും. പിന്നെ അങ്ങനെ മഗ്‌രിബായാൽ മതി വാച്ച് നോക്കിയിട്ട് കടലറ്റ് ചുടുന്നതും സമൂസ ഉണ്ടാക്കണതും അങ്ങനെ പോയി നോക്കുക ചെയ്യുക ചില ആൾക്കാർ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ആ സമയത്തേക്ക് ഓതൽ വെക്കാതെ രാവിലത്തെ വക്തിൽ തന്നെ ആ സമയത്ത് തന്നെ സുബൈ കഴിഞ്ഞിട്ടുള്ള നേരത്തെ തന്നെ ഓതേണ്ടതും ഖുർആനുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂലി കിട്ടുന്ന കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ചെയ്തു തീർക്കാൻ നമ്മൾ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഫർള് നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമ്മളൊക്കെ ഓരോ ടൈപ്പ് ആൾക്കാരായി. കാരണം ഇപ്പോൾ ഇതിൽ വ്യത്യസ്തരായ ആളുകളുണ്ട്. 5 വക്ത് പള്ളി പോയി നിസ്കരിക്കണവരുണ്ട്, 5 വക്തും റവാത്തിബും കൃത്യമായി നിസ്കരിക്കണവരുണ്ട്, ളുഹ നിസ്കരിക്കണവരുണ്ട്. എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട് ഇതിൽ. 5 വക്തിനും പള്ളിയൊക്കെ പോകാത്തവരുണ്ട്, ഒറ്റക്ക് നിസ്കരിച്ചവരുണ്ട്, മഗ്‌രിബിൻ്റെ മുമ്പ് അസർ നിസ്കരിച്ചവരുണ്ട്. അങ്ങനത്തെ ഓരോ ടൈപ്പ് ആൾക്കാരാണ്. ചില ആൾക്കാർ ബാങ്ക് കൊടുത്തേക്ക് പള്ളി പോകും, ചില ആൾക്കാർക്ക് ളുഹർ നിസ്കരിക്കണമെങ്കിൽ അസ്റാൻ കൊടുക്കാൻ 10 മിനിറ്റ് ആകേണ്ടി വരും, അപ്പോൾ അസർ നിസ്കരിച്ച ആൾക്കാരുണ്ടാവും. അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൂടി ഫോളോ ചെയ്യാൻ പറ്റിയൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇമ്പ്രൂവ് ചെയ്യണം. മിനിമം ഒരു 5 വക്തെങ്കിലും പള്ളിയിൽ പോണ അവസ്ഥ ഉണ്ടാകണം. അത്രയും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നാളെ പടച്ചോൻ്റെ മുമ്പിൽ വിചാരണൻ്റെ സമയത്ത് എനിക്ക് ഇന്ന കാരണം കൊണ്ടാണ് പള്ളിയിൽ പോകാൻ പറ്റാത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റിയൊരു കാരണം ഉണ്ടെങ്കിലും ഓക്കെ. അതല്ലാത്തവരൊക്കെ ഒരു 5 വക്തും പള്ളിയിൽ പോണ അവസ്ഥ ഉണ്ടാകണം. നമ്മളെ പറ്റി ചോദിച്ചാൽ, ഇപ്പം നിങ്ങളെ പറ്റി ചോദിച്ചാൽ, നിന്നെ പറ്റി ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റണം. എന്ത് പറയാൻ പറ്റണം? ളുഹറിന് ഇന്ന സ്ഥലത്ത് വന്നാൽ ഇന്ന പള്ളിക്ക് ഞാൻ ഉണ്ടാവും, അസറിന് ഇന്ന പള്ളിക്കുണ്ടാവും, മഗ്‌രിബിന് ഇന്ന പള്ളിക്കുണ്ടാവും, ഇഷാക്ക് ഇന്ന പള്ളിക്കുണ്ടാവും, സുബൈക്ക് എൻ്റെ നാട്ടിലെ പള്ളിക്കുണ്ടാവും. അങ്ങനെ ഒരാളെ പറ്റിയാണ് ചോദിച്ചാൽ ഓനെ കാണണമെങ്കിൽ മഗ്‌രിബിന് അവിടെ പോയാൽ മതി, അസറിന് ഇവിടെ പോയാൽ മതി, മഗ്‌രിബിന് ഇവിടെ പോയാൽ മതി, സുബൈക്ക് നിങ്ങൾ ഓൻ്റെ നാട്ടിലെ പള്ളി പോയാൽ മതി, ഓനവിടെ കാണാം എന്ന് പറയണ പോലെ നമുക്കൊരു ഐഡൻറ്റിറ്റി വേണം. 5 നേരത്തെ നമസ്കാരം ഏതെങ്കിലും ഒരു പള്ളിയിൽ ജമാഅത്തായിട്ട് ആ മുന്നത്തെ സൊഫിൽ നമ്മൾ ഉണ്ടാകണം. അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് ഈ റമളാനിൽ നമ്മൾ വരണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ടും അത് നിലനിർത്തണം. ആ റമളാൻ കഴിഞ്ഞാലും അത് നിലനിർത്താൻ പറ്റണം.
നിങ്ങൾ ഫർളന്നെ പള്ളിയിൽ പോകാത്ത ആളാണെങ്കിൽ, ഇനി ഫർളിന് പോണ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സുന്നത്തും കൂടി, റവാത്തിബ് സുന്നത്തും കൂടി ഒന്ന് സ്ട്രോങ് ആക്കണം. ചില റവാത്തിബൊക്കെ എല്ലാവർക്കും കിട്ടും. മഗ്‌രിബിന് ശേഷമുള്ള എല്ലാവരും നിസ്കരിച്ചു, സുബൈക്ക് ശേഷമുള്ള സുബൈൻ്റെ മുമ്പുള്ളതും ഒരുവിധ ആൾക്കാരൊക്കെ നിസ്കരിച്ചു, ഇഷാക്ക് ശേഷമുള്ളതൊക്കെ നിസ്കരിച്ചു. എന്നാൽ മിസ്സാകണ കുറച്ച് റവാത്തിബുണ്ട്, ളുഹറിൻ്റെ മുമ്പുള്ള റവാത്തിബ്. അത് പലപ്പോഴും ചില ആളുകൾക്ക് എന്ത് ചെയ്യൂല, കിട്ടാറില്ല. അപ്പോൾ അത് നമ്മൾ ഈ റമളാനിൽ അത് ഈ ട്രാക്കിൽ കയറണം. ഈ റമളാനിന് ശേഷം പിന്നെ ളുഹറിൻ്റെ മുമ്പ് റവാത്തിബ് പോണൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് സ്ട്രിക്റ്റായിട്ട് നമ്മളെ ഈ റമളാനിൻ്റെ ടാർഗറ്റ് അതാണ്, നമ്മളെ റവാത്തിബ് കറക്റ്റാക്കുക. ഇത് ഞാൻ പറഞ്ഞ ഫർള് ആദ്യമേ നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. അതേപോലെ തന്നെ ളുഹ 4 റക്അത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ വീടുണ്ട് എന്ന് ഹദീസുണ്ട്. അപ്പോൾ ആ വീട് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതിന് ളുഹ, ഒരു 4 റക്അത്ത് ളുഹ എന്ന് പറഞ്ഞാൽ പ്രയാസമല്ല. എന്തായാലും രാവിലെ വീട്ടിൽ നിന്ന് പണിക്കിറങ്ങുമ്പം കുളിച്ചിറങ്ങണം. അതൊരു ഒന്നും കൂടി ഉണ്ടാക്കി 4 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ഒരു കുല്യായുൽ കാഫിറൂന് ഒരു കുല്ലല്ലാഹു ഓതാൻ എത്ര സമയമാണ്? ഒരു 2 റക്അത്ത്, 2 മിനിറ്റ് 2 റക്അത്തിന് 4 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 4 റക്അത്ത് ളുഹ നിസ്കരിച്ചാൽ എത്ര സമയമാണ് നമ്മൾ ഫോണിലായിട്ടും ന്യൂസായിട്ടും അനാവശ്യമായ സംസാരമായിട്ട് കളയുന്നത്. ഒരു 4 റക്അത്ത് ളുഹ നിസ്കരിച്ച് പെരയിൽ നിന്ന് ഇറങ്ങിയാൽ സ്വർഗത്തിൽ വീടുണ്ടെന്നാണ്. ആ സ്വർഗത്തിൽ വീട് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ കുറച്ച് ഇടങ്ങേറുണ്ടാവും. ചില സമയം നമ്മൾ ധൃതിയിൽ പോവും, പെട്ടെന്ന് പോകേണ്ടി വരും. പക്ഷെ അന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന്. കാരണം അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഖൈബർ യുദ്ധത്തിൻ്റെ തലേന്ന് അലി റളിയല്ലാഹു അൻഹുവിന് ചെങ്കണ്ണായിരുന്നു, കണ്ണ് കൊണക്കടയുന്നു. വലിയ പ്രയാസത്തിലാണ് അന്ന് അലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. സഹാബികൾ കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നല്ല, ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 33 വട്ടം അല്ലാഹു അക്ബർ ചൊല്ലിയിട്ടുണ്ടല്ലോ നമ്മൾ. അത് നിങ്ങൾ ആ ഖൈബറിൻ്റെ തലേന്നും ചൊല്ലിയിരുന്നു എന്നാണ് ചോദിച്ചത്. അന്നും ചൊല്ലിയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് ഏത് പ്രയാസമാണെങ്കിലും എന്ത് തിരക്കാണെങ്കിലും അത് അതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ. ഞാൻ ആദ്യം പറഞ്ഞ ക്ഷമ ഉണ്ടല്ലോ, ഫി തോഅത്തില്ല എന്ന് പറഞ്ഞ ക്ഷമ. അന്നും ഒരു ഇടങ്ങേറുള്ള ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ഈമാൻ തെളിയിക്കേണ്ട ദിവസം അന്നാണ്. അന്നും നമ്മൾ 4 റക്അത്ത് ളുഹ നിസ്കരിക്കണം. അത്ര തിരക്കുള്ളൊരു ദിവസവും നമ്മളതിന് സമയം കണ്ടെത്തുമ്പോഴാണ് നമ്മളെന്ത് ചെയ്യുക, നമ്മൾ സ്വർഗത്തിൻ്റെ വീട് ആഗ്രഹിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ ആ ഒരു രീതി. ഇനി ഒരു രോഗം കാരണം നമുക്ക് പറ്റിയില്ല വിചാരിച്ചോളി, രോഗം കാരണം പറ്റിയില്ല, യാത്ര കാരണം പറ്റിയില്ല വിചാരിച്ചോളി, അതിനൊക്കെ പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ്. സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മം ഒരു വിശ്വാസിക്ക് രോഗം കാരണമോ യാത്ര കാരണമോ നഷ്ടപ്പെട്ടാൽ അള്ളാഹു അതിൻ്റെ കൂലി വെറുതെ കൊടുക്കുന്നതാണ്. അത് നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലും നിസ്കരിച്ച കൂലി തരും. പക്ഷെ എന്താണോ നമ്മളെ സമീപനമാണ്. അങ്ങനെ നമ്മൾ സമീപനത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. അത് ഈ നോമ്പിന് നമുക്ക് പറ്റണം. അപ്പോൾ നമ്മൾ ഏതൊരു ടൈപ്പ് പേഴ്സണാലിറ്റിയാണോ, 5 നേരം തന്നെ നിസ്കരിച്ചാത്ത ആളാണെങ്കിൽ, മീൻസ് പള്ളിക്കുന്ന ജമാഅത്ത് നിസ്കരിച്ചാത്ത ആളാണെങ്കിൽ, ഈ നോമ്പോട് കൂടി അത് നമ്മൾ സ്ട്രക്ചറാക്കണം. അതിന് നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം. അപ്പോഴാണ് സഹോദരങ്ങളെ നമ്മൾ ലഅല്ലക്കും തത്തഖൂൻ, തെക്കുവയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അല്ലാതെ നമ്മൾ പെൽച്ചക്ക് എല്ലാവരും നീച്ചപ്പം പെൽച്ചക്ക് നീച്ച് എല്ലാവരും നോമ്പറക്കുമ്പോൾ എവിടെയെങ്കിലും പോയി നോമ്പറന്നിട്ട് എല്ലാവരും നോൽക്കണമായൊരു നോൽമ്പല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളെ നോമ്പിന് കൃത്യമായൊരു ഉദ്ദേശമുണ്ട്. തെക്കുവ കൂടണം, നമ്മുടെ ജീവിതം നന്നാകണം, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള നമ്മുടെ സമീപനം മാറണം. അതിന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പണിയെടുക്കണം. അത് ഈ നോമ്പിന് വലിയ എളുപ്പമുണ്ടാവും അത് ചെയ്യാൻ. അത് ചെയ്തു കഴിഞ്ഞാൽ നോമ്പിന് ശേഷം അത് നിലനിർത്താൻ തൗഫീക്ക് പടച്ചോൻ തരും. അങ്ങനെയാകണം നമ്മുടെ നോമ്പ്. അതേപോലെ സഹോദരങ്ങൾ 5 നേരത്തെ നിസ്കാരം ഫർള്, അതിനുശേഷം അതിലെ പ്രാർത്ഥനകൾ. നമസ്കാരത്തിന് കുറച്ച് നേരത്തെ പള്ളിക്ക് വരിക. ചില ആൾക്കാർ ദജ്ജാലിനെ പിടിച്ചാണ് വരിക. തമാശക്ക് പറയും ദജ്ജാലിനെ പിടിച്ചാൽ, മസീഹു ദജ്ജാലിനുണ്ടല്ലോ അവസാനം സലാം വീട്ടിണീൻ്റെ മുമ്പ് നിസ്കരിച്ചാൻ വരുന്നതിനെ ദജ്ജാലിനെ പിടിച്ചാൻ വരിക അറിയാം. ചില ആൾക്കാർ അവസാനത്തെ ദജ്ജാലിനൊക്കെ വരിക. അത് പോകരുത്. ആ അവ്വൽ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമ് ചെല്ലുമ്പോൾ നമ്മളതിൻ്റെ ബാക്കിൽ വേണം. അതൊരു വാശിയാണ്, അതൊരു നിർബന്ധ ബുദ്ധിയാകണം. അതിനാണ് വാശി വേണ്ടത്. അല്ലാതെ ഓൻ വീടുണ്ടാക്കിയ മാതിരി വീടുണ്ടാക്കാനല്ല. ഓന് മകൻ എഞ്ചിനീയറിംഗ് പഠിച്ചു, എൻ്റെ മകൻ എഞ്ചിനീയറിങ്ങിന് പോട്ടെ, അതിനല്ല വാശി വേണ്ടത്. വാശി വേണ്ടത് സുബൈ ജമാഅത്തിന് നമ്മൾ ഇമാമു തക്ബീർ ചൊല്ലുമ്പോൾ നമ്മളവിടെ ഉണ്ടാവും. ളുഹർ ജമാഅത്തിന് ഇമാമു തക്ബീർ ചൊല്ലുമ്പോൾ നമ്മളവിടെ ഉണ്ടാകും. അതിനാണ് നമ്മൾ വാശി പിടിക്കേണ്ടത്. അപ്പം അങ്ങനത്തെ ഒരു ജീവിതക്രമത്തിലേക്ക് നമ്മൾ ഈ നോമ്പിന് വരണം. അതേപോലെ തന്നെ നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആ സൊഫിൽ കുറച്ചേരി ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുക. പല ആളുകളും നമസ്കാരത്തിന് ശേഷമാണ് പ്രാർത്ഥിക്കണത് കാണണം. ശേഷം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രാർത്ഥന സ്വീകരിക്കുന്നത് മുമ്പ് പ്രാർത്ഥിക്കുന്നതാണ് ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ സമയം നമ്മൾ അള്ളാഹുവിനോട്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇപ്പോൾ നമ്മളെ പേഴ്സണൽ കാര്യം ചോദിക്കുകയാണെങ്കിലും അത് ആരാധനയാണ്, അത് ഇബാദത്താണ്.
എൻ്റെ മകന് പാസ്സാകണേ, എൻ്റെ മകന് മാർക്ക് കിട്ടണേ, എൻ്റെ മകന് നല്ലൊരു ജോലി കിട്ടണേ എന്ന് ദുനിയാവിൻ്റെ കാര്യം നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത് ഇബാദത്താണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന. കാരണം അത് അള്ളാഹിനോടാണ്, അത് അള്ളാഹുവിനോടാണ്. അപ്പോൾ അത് ആരാധനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകിയാൽ, മകന് ജോലി കിട്ടി, നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നേടിയാലും പടച്ചോനെ അത് അള്ളാഹു അത് തരാതെ അത് മാറ്റിവെച്ചാൽ അതിന് ഇരട്ടി കൂലി, അതിന് കുറേ കൂലി കൂടുക ചെയ്യുക. നമ്മൾ കാര്യം നിരന്തരമായി ചോദിച്ച് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ആ പ്രാർത്ഥനകളൊന്നും നഷ്ടമാവില്ല, അതിനൊക്കെ നമുക്ക് അള്ളാഹു കൂലി തരുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളെന്ത് ചെയ്യുക, ആ ജമാഅത്തിന് കുറച്ച് നേരത്തെ, കാരണം നോമ്പിന് നമുക്കറിയാം, നോമ്പിന് എന്താ വെച്ചാൽ പള്ളിക്കലൊക്കെ തിരക്ക് കൂടുതലായി. കാരണം അപ്പോൾ സ്ഥിരമായി ആദ്യത്തെ സൊഫിൽ 12:15 12:30 ജമാഅത്താണെങ്കിൽ 12:25 ചെന്നാൽ തന്നെ ഒന്നാമത്തെ സൊഫിൽ സാധാരണ നമുക്ക് സീറ്റ് ഉണ്ടാവും. പക്ഷേ നോമ്പിന് 12:25 ചെന്നാൽ കിട്ടൂല, 12:15 ചെല്ലേണ്ടി വരും. എന്നാലേ അപ്പോൾ നോമ്പിന് സ്ഥിരമായി മുന്നത്തെ സൊഫിലിരുന്ന ആളുകൾ ആ നേരത്തെ എത്താൻ പറ്റാത്തത് കൊണ്ട് ആ അവസ്ഥ നഷ്ടപ്പെടാൻ പാടില്ല. നോമ്പിന് നമ്മൾ മുന്നത്തെ സഫ് തന്നെ വേണം. അപ്പോൾ നമ്മൾ 12:15 പള്ളിക്കലെത്തേണ്ടി വരും. കാരണം അവിടെ നോമ്പിന് മാത്രം കാണുന്ന കുറച്ച് ആൾക്കാർ മുന്നിലിരിക്കുന്നുണ്ടാവും. അവർ കാരണമായി നമ്മളെ സീറ്റ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പള്ളിയിലെത്തുക, പ്രാർത്ഥിക്കുക. അപ്പോൾ നമസ്കാരം ഫർളു റവാത്തിബും നമ്മൾ നോമ്പിന് നഷ്ടപ്പെടാത്തൊരവസ്ഥ ഉണ്ടാകുക. 5 നേരത്തെ നിസ്കാരം, അതിൻ്റെ മുമ്പും ശേഷമൊക്കെ ഉള്ള റവാത്തിബ് സുന്നത്തുകൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമസ്കരിക്കുക. അതേപോലെ പിന്നെ പിന്നെ സുന്നത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ ഖിയാമുല്ലയിൽ രാത്രി ദീർഘമായിട്ടുള്ള നമസ്കാരം അത് നമ്മൾ ശീലിച്ചിട്ടില്ലെങ്കിൽ ഈ നോമ്പിനത് ശീലിക്കണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സഹോദരങ്ങളെ നമ്മൾ ദീർഘമായിട്ടൊന്ന് നമസ്കരിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റിയൊക്കെ പറഞ്ഞെന്താണ്, കാലിൽ നീര് വരുവോളം അള്ളാഹിൻ്റെ റസൂല് നേരം പുലരുവോളം നമസ്കരിച്ചിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത, സ്വർഗം ഉറപ്പിച്ച ഒരു പ്രവാചകനാണ് ഒരു നന്ദിയുള്ള അടിമയാകാൻ വേണ്ടിയിട്ട് നേരം വെളുക്കോളം നിന്ന് നമസ്കരിച്ചത്. ഒന്നും നിസ്കരിച്ചില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ അങ്ങനെ ഒന്ന് രാത്രി ഖിയാമുല്ലയിൽ ദീർഘമായുള്ള രാത്രി നിന്ന് ഓതിയിട്ടുള്ള ആ നമസ്കാരം അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് ആസ്വദിക്കണം. അതിനുള്ള അവസരമായിട്ട് നമ്മൾ ഈ നോമ്പ് കാണണം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് ഇട്ട് തന്ന അള്ളാഹുവിൻ്റെ കയറാണ്. അതൊരിക്കലും നഷ്ടമില്ലാത്തൊരു കച്ചവടമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഖുർആൻ വേദഗ്രന്ഥം പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നഷ്ടമില്ലാത്തൊരു കച്ചവടം എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി പ്രയോഗിച്ചത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാം, അലിഫ് ലാം മീം, അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. ഒരു ഹർഫ് ഓതിയാൽ മിനിമം 10 പ്രതിഫലം. ഒരു അലിഫ് ലാം മീം നോദിയാൽ എത്രയാണ് പ്രതിഫലം? അതുകൊണ്ട് ഖുർആൻ ഓതി 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 ഓരോ ആയത്തും ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം, ഇത് ഹൂദിലെ ആയത്താണ്, ഇത് ഖസസിലെ ആയത്താണ്, ഇത് തൗബയിലെ ആയത്താണ് എന്ന് ഒരായത്ത് കേൾക്കുമ്പം ഇഫ്ളൊന്നുമില്ലെങ്കിലും അത് കേൾക്കുമ്പോഴെങ്കിലും അത് മനസ്സിലാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നിരന്തരം ഓതിക്കൊണ്ടിരിക്കണം. അതിനുള്ളൊരു ചാൻസാണ് റമളാൻ. ഒരു പ്രാവശ്യം ഓതിയാൽ പോരാ, അതൊക്കെ സാധാരണ ഓതുന്ന ഓത്താണ്. നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഖുർആൻ ഇത്ര തവണ ഓതി തീർക്കണമെന്ന് ഓടിയും പറഞ്ഞിട്ടില്ല. പക്ഷേ മുൻഗാമികളൊക്കെ അങ്ങനെ ഓതുമായിരുന്നു എന്നാണ്. അവരെല്ലാം മാറ്റിവെച്ച് ഖുർആൻ പാരായണത്തിനും ഖുർആൻ പഠനത്തിനുമായി സമയം കണ്ടെത്തുമായിരുന്നു എന്നാണ്. അപ്പോൾ ഖുർആൻ്റെ വിഷയത്തിൽ നമുക്ക് പ്രത്യേക ഒരു താല്പര്യം ഈ നോമ്പിൽ ഉണ്ടാകണം. അത് കൂടുതൽ പാരായണം ചെയ്യും, പിന്നെ കൂടുതൽ ഹിഫ്ളുമാണ്. എന്നുവെച്ചാൽ എത്രയോ സൂറത്തുകൾ നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിലൊക്കെ പഠിച്ച് മറന്നുപോയി. ആ മറന്ന ഇഫുദൊക്കെ അമ്മയുടെ തായും തബാറക്കൻ്റെ തായൊക്കെ പഠിച്ച് മറന്നവരുണ്ടാവും. ആ സൂറത്തൊക്കെ ഒന്നും കൂടി എടുത്തിട്ട് ഓതുക, പഠിക്കുക, ഒന്നും കൂടി ഇഫുദാക്കുക. ഒരിക്കലും അത് ഇഫുദാക്കാൻ കഴിയൂല എന്ന് ഞാൻ പറയാം. ഇഫുദാക്കാൻ പറ്റും. സഹോദരങ്ങളെ ആലോചിക്കണതിനോ, നമ്മൾ അതിന് ശ്രമിച്ചാൽ അതിന് ഇഫുദാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിനൊരു കൂലി പടച്ചോൻ തരും. നിങ്ങൾ ഇഫുദാക്കാൻ പറ്റിയില്ല എന്നുള്ളതല്ല ഇവിടുത്തെ, അത് നോക്കിയിട്ടല്ല പടച്ചോൻ കൂലി തരാം. നിങ്ങൾ എത്ര കഴിയുമ്പോൾ മെനക്കെട്ടു എന്നുള്ളതാണ്. അള്ളാൻ്റെ റസൂൽ ഓരോ വഹി വന്നു പോകുമ്പോഴും അള്ളാൻ്റെ റസൂൽ ആ ജിബ്രീൽ ഓതിയ ഖുർആൻ ഹൃദിസ്ഥമാക്കാൻ വേണ്ടി, അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി, അത് സഹാബത്തിന് ഓതിക്കൊടുക്കുമ്പം തെറ്റാതെക്കാൻ വേണ്ടിയിട്ട്, അത് ബൈഹാട്ടാക്കാൻ വേണ്ടി നബി ഇങ്ങനെ നാവിട്ട് കണ്ട് ഇങ്ങനെ ഇടങ്ങേറായിട്ട് ഓതുമായിരുന്നു എന്നാണ്. ലാ തുഹർരിക് ബിഹി ലിസാനക് എന്ന ഖുർആൻ ആയത്തുണ്ട്. ലാ തുഹർരിക് ബിഹി ലിസാനക്. അള്ളാഹു പറയാണ് നബിനോട്, നബിയെ നിങ്ങൾ നാവിട്ട് അടിച്ചുകൊണ്ട് താങ്കൾ പ്രയാസപ്പെടണ്ട, നിങ്ങൾക്ക് ഞാൻ ഖുർആൻ പഠിപ്പിച്ചു തരാമെന്നാണ്. അപ്പോൾ നബി പോലും ഖുർആൻ പഠിക്കാനും ഓതാനും അത്രത്തോളം മെനക്കെട്ടിരുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ നമ്മൾ പഠിച്ചത് മറന്നതൊക്കെ ഒന്നും കൂടി ഓതി നമ്മൾ ബ്രഷപ്പ് ചെയ്യണം. പിന്നെ ഖുർആൻ ഒരു പുതിയ സൂറത്ത് 2024 റമളാൻ കഴിയുമ്പം നമ്മളൊരു പുതിയ സൂറത്ത് പഠിച്ചിരിക്കണം.
അത് ചെറുതാകട്ടെ വലുതാകട്ടെ. ഒരു ആയത്ത് ഒരു ദിവസം പഠിച്ചാൽ 30 ആയത്തുള്ള സൂറത്തുകൾ നമുക്ക് പഠിക്കാം. തബാറക്ക പഠിക്കാം, സജദ പഠിക്കാം. അങ്ങനത്തെ 30 ആയത്തുള്ള സൂറത്ത് ഒരു ദിവസം ഒരായത്ത് പഠിച്ചാൽ മതി. നമ്മളെ കുട്ടികൾക്കും നമ്മൾ അസൈൻമെൻറ്റ് കൊടുക്കുക. എല്ലാ കുട്ടികളും എല്ലാവരും കൂടി ഫാമിലി അടക്കം ഒരു സൂറത്ത് പഠിക്കും തീരുമാനിച്ചോ. ഓരോരുത്തരും പഠിച്ചോന്ന് വൈകുന്നേരം ഓദിച്ച് നോക്കുക. ആ കേട്ടാൽ തന്നെ നമ്മൾ പഠിക്കും. അങ്ങനെ ഒരു 30 ദിവസം കഴിയുമ്പം 30 ആയത്തുള്ള ഒരു സൂറത്ത് പുതിയത് ഈ റമദാന് കൂടി നമ്മൾ പഠിക്കും. എത്ര ഈസിയാണ്. അതേപോലെ ചെറിയ ചെറിയ ആയത്തുള്ളതാണെങ്കിൽ ഒരു 3 ആയത്ത് വെച്ച് നിങ്ങളൊരു ദിവസം പഠിക്കുകയാണെങ്കിൽ സൂറത്തുൽ വാഖിയ ഈ റമദാൻ കൊണ്ട് നമുക്ക് കാണാപാഠം പഠിക്കാൻ പറ്റും. അത്രയും ചെറിയ ഇതാ വഖഅത്തുൽ വാഖിയ ലൈസലി വഖഅത്തിഹാ കാദിബ. ഒരു 3 ആയത്ത് ഒരു ദിവസം പഠിക്കാൻ എന്താ പ്രശ്നമുള്ളത്? അങ്ങനെ നിങ്ങൾ ഓരോ ദിവസം 3 ആയത്ത് പഠിച്ചാൽ റമദാൻ കഴിയുമ്പം ഈ വാഖിയ കാണാപാഠാവും. നമ്മളെ കുട്ടികൾക്കും കാണാൻ പാടും. അസൈൻമെൻറ്റ് കൊടുത്തു നോക്കി ഒരു ഉഷാറായിട്ട് പഠിച്ചോളും. നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഓരെങ്കിലും പഠിക്കും. ആ വൈബ് നിർത്താൻ വേണ്ടി നമ്മളും അതിൻ്റെ ഒപ്പം ചൊല്ലി കൊടുത്താൽ മതി. അതേപോലെ അല്ലെങ്കിൽ ഒരു സൂറത്തുൽ കഹ്ഫ് നമ്മൾ തീരുമാനിക്കും ഈ റമദാനിൽ നമ്മൾ കഹ്ഫ് എല്ലാവരും കഹ്ഫ് എല്ലാ ആഴ്ചയും ഓതുന്നതാണ്. എല്ലാവർക്കും അതിൻ്റെ ഒരു തല തുടങ്ങിയാൽ മറ്റേ തല വരെ ഓതാൻ അറിയും. പക്ഷേ ഒരു തല മുതൽ മറ്റേ തല വരെ കൃത്യമായിട്ട് ഹിഫ്ള് പറയാൻ ആർക്കും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഈ റമദാനിൽ നമ്മൾ പഠിച്ചും തീരുമാനിക്കുക. സൂറത്തുൽ കഹ്ഫ് ആദ്യം മുതൽ അവസാനം വരെ അങ്ങോട്ട് ഓതി പഠിക്കുക. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകുക. അങ്ങനെ ഈ റമദാൻ കഴിയുമ്പം ഖുർആനിൽ നമ്മളൊരു പുതിയ തലം തുറക്കണം. അതിൻ്റെ പാരായണത്തിലും അത് കേൾക്കുന്നതിലും അത് ഹിഫ്ളാക്കുന്നതിലും അത് പഠിച്ച് ഓരോ ആയത്തും ആശയങ്ങൾ പഠിച്ച് തദബ്ബുർ നടത്തുന്നതിലുമൊക്കെ നമ്മളൊരു പുതിയ തലം ഈ റമദാനോടുകൂടി നമ്മൾ തുടങ്ങണം. അത് റമദാൻ കഴിഞ്ഞിട്ടും നമ്മൾ നിലനിർത്തണം. ഒരു ജുസ് ഓതുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമല്ല. ഒരു ജുസ് എന്ന് പറഞ്ഞാൽ 20 പേജാണ്. ഒരു 20 പേജാണ്. 5 പേജ് ഒരു വക്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് 5 വക്തിന് 4 പേജ് ഒരു വക്തിന് ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 വക്ത് കൊണ്ട് 20 പേജ് ഓതാം. ലൂറ് സ്കരിച്ചിട്ട് 4 പേജ്, സുബൈ സ്കരിച്ചിട്ട് 4 പേജ്, അങ്ങനെ 8 പേജ്, 12 പേജ്, 16 പേജ്, 20 പേജ്. അപ്പോൾ ഒരു ജുസായി. അങ്ങനെ നമ്മൾ ഓരോ വക്തിന് തീരുമാനിക്കുക. അതല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സുബൈ നിസ്കരിച്ചിട്ട് നമ്മൾ അര ജുസ് ഓതുക. ബാക്കി നമ്മൾ പകൽ മുറിച്ച് ലൂറിന് അസ്രനൊക്കെ ആയിട്ട് ഒരു 2 പേജ് ഓതിയിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അത് നോമ്പ് കഴിഞ്ഞാലും നിലനിൽക്കണം. നോമ്പ് കഴിഞ്ഞാൽ ഒരു ജുസ് പറ്റില്ലെങ്കിൽ അര ജുസ്, 10 പേജിൽ 20 പേജിൽ 10 പേജാക്കുക. എന്നാലും അത് നിലനിർത്തുക. അങ്ങനെ ഓരോ റമദാൻ കഴിയുമ്പോഴും നമ്മളെ വ്യക്തിത്വം ഒരു ഇസ്ലാമിക പേഴ്സണാലിറ്റി എന്നുള്ളത് അത് ഉയർന്നു വരണം. പടച്ചോൻ തൗഫീക്ക് നൽകിയിട്ട് ഒരു 10 റമദാനും കൂടി കിട്ടിയിട്ടാണ് നമ്മൾ മരിക്കുന്നത് എങ്കിൽ നമ്മളെ മരിക്കണീൻ്റെ മുമ്പത്തെ റമദാൻ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു റമദാനാകണം. നമ്മൾ കൂടുതൽ ഓതി, കൂടുതൽ ഹിഫ്ളാക്കിയ, കൂടുതൽ സുന്നത്ത് നമസ്കരിച്ച, കൂടുതൽ സ്വതക്ക ചെയ്ത, ഉംറ ചെയ്ത അങ്ങനത്തെ വലിയൊരു റമദാനായിട്ട് മരിക്കുന്നതിൻ്റെ മുമ്പത്തെ റമദാൻ മാറ്റണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ പണിയെടുക്കണം. ഈ റമദാനെ പണി തുടങ്ങണം. അങ്ങനെ ഞാൻ പറഞ്ഞ ദീനൊരു വൈബായിട്ട് അള്ളാഹിനെയും റസൂലിനെയും ജീവിതത്തിൽ മുന്നിക്ക് വെക്കുക. നമ്മളെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ തൃപ്തിയാണ്, അള്ളാഹിൻ്റെ തൃപ്തിയാണ്. അള്ളാഹിൻ്റെ റസൂൽ എന്ത് ചെയ്തു അതാണ് എൻ്റെ ജീവിത മാതൃക. ഏത് വിഷയത്തിലും അതാണ്. അതിലൊരു വൈബ് കണ്ടെത്താനും അതിലൊരു സന്തോഷം കണ്ടെത്താനും നമ്മളൊരു മാനസിക അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ ഈ റമദാൻ കൊണ്ട് സാധിക്കും. വേണം ഒരു ജീവിത ശൈലി ഈ റമദാനിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. വേണം അതിനുള്ളൊരവസരമാണ് ഈ റമദാൻ. അതിനുവേണ്ടി നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, മറ്റു ചെലവുകൾ, ബഡ്ജറ്റ് നോക്കി. റമദാൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കിയിട്ടുണ്ട് ചെലവ് കൂടുതലായിരിക്കും, ഉപയോഗം കൂടുതലായിരിക്കും. അരിയാകട്ടെ, പഞ്ചസാരാകട്ടെ, വെളിച്ചെണ്ണ ആകട്ടെ, എല്ലാം കൂടുതലാണ്. റമദാനിന് എല്ലാം കൂടുതൽ അപ്പോൾ കൂടുതൽ തിന്നുന്നൊരവസ്ഥ മാറിയിട്ട് കുറച്ച് തിന്നുകയും കൂടുതൽ ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു ബഡ്ജറ്റിലേക്ക് നമ്മൾ റമദാൻ എന്ന് പറയുമ്പം തന്നെ നമ്മളെ ചെറിയ മക്കൾക്കും പേരക്കുട്ടികൾക്കും നമ്മൾക്കും അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയിട്ടില്ല. നമുക്ക് രാത്രി നല്ലോണം തിന്നുക, നോമ്പറക്കുമ്പം കുറേ എണ്ണക്കടി ഉണ്ടാവും, അങ്ങാടിയിൽ നിന്ന് കൊണ്ടൊന്നുണ്ടാവും, പെരയിലുണ്ടാക്കിയതുണ്ടാവും, അലോകത്തുനിന്ന് ബാക്കി കൊണ്ടത് ഓലെ നോമ്പറപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെയും കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഒക്കെ കൂടി തിന്നിട്ട് നിശാക്കൊന്നും നിൽക്കാൻ വയ്യ, തറാവീക്കൊന്നും മര്യാദയ്ക്ക് നിൽക്കാൻ വയ്യാത്ത ഒരവസ്ഥ. അതായത് പകൽ തിന്നണതിൻ്റെ ഇരട്ടി രാത്രി തിന്നണൊരവസ്ഥ. അത് മാറിയിട്ട് നോമ്പാണല്ലേ അപ്പോൾ സുഖമായി, ഇനി പ്രത്യേകിച്ച് ചിലവൊക്കെ കുറവാണല്ലോ, അങ്ങനെ പറയുന്നൊരു ബഡ്ജറ്റിലേക്ക്. വെളിച്ചെണ്ണയും പഞ്ചസാരയൊക്കെ റമദാൻ മാസം നമ്മുടെ ഈ പെരയിൽ കുറച്ച് മതി, നമുക്ക് ഭയങ്കര ചിലവ് കുറവാണ് നോമ്പിന് എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റിലേക്ക് നമുക്ക് വരാൻ സാധിക്കണം. നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇബാദത്താണ്. അന്ന് തെറ്റ് ചെയ്യാത്ത മാസമാണ്. അന്ന് പാപങ്ങളിൽ ചെയ്ത പാപങ്ങളൊക്കെ പശ്ചാത്തപിച്ച് നന്നായി നല്ലൊരവസ്ഥ ഉള്ള സമയമാണ്. ഭക്ഷണത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കാത്ത ഈ റമദാൻ
റമദാൻ ഓഫർ എന്നൊക്കെ പറഞ്ഞ് ചട്ടിയും കൊടും കലും ബിരിയാണി ചെമ്പും ബിരിയാണിൻ്റെ എന്തൊക്കെയാണ് കുറേ സാധനം, ബിരിയാണി പാത്രം, ഇതൊക്കെയാണ് റമദാൻ ഓഫർ. ഞാൻ വെച്ചാൽ റമദാൻ എന്ന് പറഞ്ഞാൽ തിന്നാനുള്ളതാണെന്ന് ഒരു മനസ്സിലാക്കില്ല, ആൾക്കാരെങ്ങനെ മനസ്സിലാക്കിയുള്ളത്. എന്ത് റമദാനിന് എന്തായാലും ബിരിയാണിൻ്റെ മറ്റേത് 2 കിലോ ബിരിയാണിൻ്റെ പാത്രം 5 കിലോ ബിരിയാണി പാത്രം എടുത്താൽ 2 കിലോ ബിരിയാണി പാത്രം ഫ്രീ. അങ്ങനെ കുറേ ഓഫറുകൾ നമുക്ക് നൽകി നമ്മളെ ഒരു തീറ്റ പണ്ടാരങ്ങളാക്കി മാറ്റുന്ന ഒരു മാസമല്ല റമദാൻ. റമദാനിൽ തീറ്റ കുറച്ച്, നമ്മളെ ബഡ്ജറ്റ് കുറച്ച്, നമ്മൾ സ്വതക്ക കൂടുതൽ കൊടുക്കുക. അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി പറഞ്ഞ എന്താണ്? വീശിയടിക്കുന്ന കാറ്റിനെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്കയുടെ വിഷയത്തിൽ നിന്നാണ്. അപ്പോൾ ആ നബി അത്രയും സ്വതക്ക കൊടുത്തിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ അടക്കി പിടിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും നമ്മൾ ആരും മരിച്ചുമ്പോൾ കൊണ്ടുപോകില്ല, അനന്തരാവകാശികൾക്ക് വിട്ടേച്ച് കൊണ്ട് നമ്മൾ പോകുമെന്നാണ്. ആ അനന്തരാവകാശികൾ ഏത് മാർഗത്തിലാണ് ഈ സ്വത്ത് ഉപയോഗിക്കുക എന്ന് പോലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഖബറിലേക്ക് എന്തുണ്ട്, നമുക്ക് വേണ്ടി കൊടുത്തതാണ് നമുക്കുള്ളത്. അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ ബാക്കിയാക്കി വെച്ചതല്ല നമ്മളത്, കൊടുക്കാതെ മാറ്റിവെച്ചതല്ല നമ്മുടേത്, കൊടുത്തതാണ് നമ്മുടേത്. കൊടുത്തതാണ് നാളെ ഖബറിലുണ്ടാകുക, കൊടുത്തതാണ് നാളെ നമ്മളുടേതെന്ന് പറയാൻ നമുക്കുണ്ടാകുക. അപ്പോൾ കൊടുത്തതാണ് നമ്മുടേത് എന്ന രൂപത്തിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത് റമദാനിൽ കൂടുതൽ കൊടുക്കാൻ സാധിക്കണം. റമദാനിൽ കൂടുതൽ അത് ആളുകൾ വന്നിങ്ങനെ ചോദിച്ച് കുത്തി നമ്മളെ കീസിൽ നിന്ന് ഓട്ടം ഉണ്ടാക്കി എടുക്കല്ല. നിങ്ങൾ കൊടുക്കണില്ലേ, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കില്ലേ, നിങ്ങൾ ഇവിടെ തരി അവിടെ തരി എന്ന് പറഞ്ഞ ആൾക്കാർ ചോദിച്ച് ഇടങ്ങേറാക്കി കൊടുക്കല്ല. നമ്മൾ കുറച്ച് പൈസ ഈ റമദാനിൽ ഞാനൊരു 5 ലക്ഷം റുപ്യ കൊടുക്കും, അതിന് മാറ്റി വെച്ചിട്ട് ആരാണ് അതിൻ്റെ ആൾക്കാർ എന്ന് ആ പൈസ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം. കൊടുക്കാൻ വേണ്ടിയിട്ട് ആർക്കാ കൊടുക്കേണ്ടി, എവിടെ കൊടുക്കേണ്ടി, എത്ര കൊടുക്കേണ്ടി. അതല്ലാതെ തരുമോ എന്ന് ചോദിച്ച ആൾക്കാർ വന്ന് നമ്മൾ ഇടങ്ങേറാക്കി നമ്മൾ കൊടുക്കണതല്ല സ്വതക്ക. നമ്മൾ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് മാറ്റിവെച്ച് അവകാശികളെ തെരഞ്ഞ് അങ്ങോട്ട് മുന്നേറുന്ന ഒരവസ്ഥ സ്വതക്കയുടെ വിഷയത്തിൽ ഈ റമദാനിലുണ്ടാണ്. അതേപോലെ നമ്മൾ എത്രയോ ആളുകളായിട്ട് വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ നമ്മൾ മോശമായിട്ടുണ്ട്. നമ്മൾ ആരോടൊക്കെ എന്തിൻ്റെയൊക്കെ പേരിൽ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ മാപ്പ് കൊടുത്ത്, എത്ര വലിയ അക്രമം നമ്മളോട് ചെയ്ത് നമ്മുടെ സ്വത്ത് അപഹരിച്ചെടുത്ത നമ്മുടെ അനുജനാണ്, സ്വത്തിൻ്റെ പേരിൽ, സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ നമ്മൾ അവനോട് 10 കൊല്ലമായിട്ട് മിണ്ടണില്ലായിരിച്ചോളി. സഹോദരങ്ങളെ കയറിച്ചെന്ന് അതൊക്കെ പൊരുത്തപ്പെട്ട് കൊടുത്ത് സലാം പറയാനുള്ള ഒരു വിശാലത നമ്മൾ ഈ നോമ്പിൽ കാണിക്കണം. അങ്ങനെ ഈ 2024 നോമ്പ് നമ്മളെ കർമ്മരേഖയിൽ അള്ളാഹു അടയാളപ്പെടുത്തണം. അത്രയും വലിയ ഒരു കർമ്മം നമുക്ക് ചെയ്യാൻ സാധിക്കണം. അതിന് നമ്മൾ വലിയ ഡൊണേഷൻ കൊടുക്കണമെന്നില്ല. നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റിയ ആളുകളോട് നമ്മൾ മിണ്ടാത്ത ആളുകളോട് നമുക്ക് മിണ്ടിക്കൊണ്ട്, പുറത്തു കൊടുക്കാത്ത ആളുകൾക്ക് പുറത്തു കൊടുത്തുകൊണ്ട്, ഇതേവരെ നമ്മൾ നൽകാത്ത വലിയ ഒരു ഡൊണേഷൻ നമുക്ക് നൽകിക്കൊണ്ട്, മരണം വരെ ഈ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിന് ഞാൻ ഇത്ര പൈസ മാസം കൊടുക്കും, അത് ഒരു വഖഫായിട്ട് ഞാൻ ഇന്ന സ്ഥലം ഇന്ന പ്രോപ്പർട്ടി വഖഫായിട്ട് ഇന്ന സ്ഥാപനത്തിന് കൊടുക്കുമെന്നൊരു തീരുമാനം ഈ റമദാനിലുണ്ടാകണം. നമ്മൾ ഈ സമ്പാദിച്ചു കൂട്ടിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് റിയൽ എസ്റ്റേറ്റ് ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല സഹോദരങ്ങളെ. അതൊക്കെ ഇപ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിനൊക്കെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് നൽകാൻ സാധിച്ചാൽ നാളെ നമ്മുടെ നിൻ്റെ കബറിലേക്ക് അത് വന്നു ചേരും. അതിൻ്റെ തണലും അതിൻ്റെ ആശ്വാസവും ആ കബറിൽ കിട്ടും സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ റമദാന് അങ്ങനെ അടയാളപ്പെടുത്തണം. ഞാൻ ഒരു കുടുംബത്തിൻ്റെ, ഒരു യതീം കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മിസ്കീന് വിധവയായ ഒരു കുടുംബത്തിന് ഞാൻ മാസം റേഷൻ കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായത് ഞാൻ കൊടുക്കും. അങ്ങനത്തെ ഒരു തീരുമാനം ഈ റമദാനിലുണ്ടാകണം. സ്വതക്കയുമായി ബന്ധപ്പെട്ട് ഈ റമദാൻ നമ്മൾ അടയാളപ്പെടുത്തണം. അതേപോലെ തന്നെ ഒരു ഉംറ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് കഴിവുള്ള ആളുകൾ ഉംറ ചെയ്യണം. കാരണം റമദാനിൽ ഉംറക്ക് വലിയ പുണ്യമുണ്ട്. അതേപോലെ നന്മകൾ ഒരു നന്മയെയും നിങ്ങൾ ചെറുതായി കാണരുത്. എല്ലാ നന്മകളും, ഓരോ നന്മകൾക്കുള്ള അവസരങ്ങൾ തേടിക്കൊണ്ട് അതിൽ മുന്നേറുന്നൊരവസ്ഥ നിങ്ങൾ നോക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി അള്ളാഹിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ അള്ളാഹിൻ്റെ റസൂൽ ചോദിക്കണ്ടല്ലോ, ഇന്നാരാണ് ഒരു നോമ്പ് നോറ്റിട്ടുള്ളത്, ഇന്നാരാണ് സുന്നത്ത് നോമ്പ് നോറ്റത് എന്നാണ്. അപ്പോൾ ആരും മുണ്ടണില്ല. അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചിട്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കുന്നത് തെറ്റായി പോകുമോ എന്ന് പേടിച്ചിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞു. ഇന്ന് ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചത് എന്നാണ് ചോദിച്ചത്. അപ്പോഴും അവിടെ ആരുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാൻ, ഞാൻ ഇന്നൊരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. ആരാണ് ഇന്നൊരു രോഗിയെ സന്ദർശിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പം അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാണ്, ഞാൻ ഇന്നൊരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. ആരാണ് ഇന്ന് മിസ്കീന് ഭക്ഷണം കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പം അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാണ്, ഞാൻ ഇന്നൊരു മിസ്കീന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആ സദസ്സ്, ഇൽമിൻ്റെ സദസ്സിലേക്ക്, ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വന്നത്. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്, സുന്നത്തായ നോമ്പ് നോറ്റിട്ടുണ്ട്, ഒരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. ഇത്രയും പുണ്യങ്ങൾ ചെയ്തിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതേപോലത്തെ ഒരു ദിവസമെങ്കിലും നമ്മൾ
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു ജനാസക്ക് പോയിട്ടുള്ള ദിവസം, സുന്നത്ത് നോമ്പ് നോറ്റിട്ടുള്ള ദിവസം, ഒരു രോഗിയെ സന്ദർശിച്ച ദിവസം, ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്ത ദിവസം, ഇതൊക്കെ ഒരു ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒന്നിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഈ ഒരു ചരിത്രം കേൾക്കുമ്പം എനിക്കും അങ്ങനെയാകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? അപ്പോൾ ഒരു സുന്നത്ത് നോമ്പ് നോറ്റ ദിവസം ഒരു മരിപ്പുണ്ടെന്ന് പറയുമ്പം ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി ആ ജനാസയെ അനുഗമിക്കാൻ പോകണം. ആരെങ്കിലും അവിടെ രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ ആ സുന്നത്തും കൂടി ഇന്ന് കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് അവിടെ പോകണം. ഒരു മിസ്കിന് ഭക്ഷണം കൂടി കൊടുത്താൽ ഈ 4 സുന്നത്തും ഒരു ദിവസം വന്നു ചേരും. ഞാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോലെ ആ ഒരു മനസ്സിനോട് അടുക്കാൻ എനിക്കും സാധിച്ചല്ലോ എന്ന ഒരു വൈബിലേക്ക് നമുക്ക് ഉയരാൻ നമുക്ക് ഈ ഒരു മനസ്സുകൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അതാണ് മുൻഗാമികൾ നമുക്ക് മുന്നിലേക്ക് വെച്ച പാത. ആ പാതയിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത്, നമുക്ക് സ്വർഗത്തിലേക്ക് മുന്നേറാനുള്ളത്. അതിലൂടെയാണ് നമുക്ക് മത്സരിക്കാനുള്ളത്. ഈ ജീവിതം എവിടെ വെച്ച് എങ്ങനെ അവസാനിച്ചാലും അത് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. ഈ 2 കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനെ കാണേണ്ടവനാണ് എന്ന ബോധത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ സഹോദരങ്ങളെ, ഈ ജീവിതം അത് വേറൊരു വൈബിലേക്ക്, വേറൊരു ഓളത്തിലേക്ക്, വേറൊരു ഫ്രീക്വൻസിയിലേക്ക് പോകും. അതാണ് ശരിയായ ദീൻ, അതാണ് ശരിയായ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ ഈമാൻ കൊണ്ട് സാധിക്കുന്നത്. അപ്പോഴാണ്, അങ്ങനെയാണ്. അതിന് ഈ റമദാൻ നമുക്ക് വലിയൊരു അവസരമാകട്ടെ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് ഈ നോമ്പിന് ഹുക്കുമുകളും കാര്യങ്ങളുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതം നന്നാക്കിക്കൊണ്ട് ഈ റമദാനിലൂടെ മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب صرف قلوبنا على طاعتك. آمين 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 برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.